हरे कृष्णा रिधि देवी माता जी। हरे कृष्णा सुजना माता जी। हरे कृष्णा गीता माता जी। हरे कृष्णा ज्ञानाबिया माता जी। हरे कृष्णा अ, विद्या माता जी। हरे कृष्णा सविता माता जी। हरे कृष्णा माधवी राधा माता जी। ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. हरे कृष्ण प्रभु जी, हरे कृष्ण। ഹരേ കൃഷ്ണ. നമ്മളിപ്പോ 2-3 ആഴ്ചയായിട്ട് നമ്മള് എന്താ പറയുന്നത്, പ്രശ്നോത്തരി ആയിരുന്നു. 2 ആഴ്ച ഭഗവത്ഗീത എന്നുള്ള പ്രശ്നോത്തരി, അതിനുശേഷം നമ്മൾ വലിയൊരു പ്രശ്നോത്തരി ഇട്ടിരുന്നു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു ഓപ്പൺ ബുക്ക് പോലെ ആണെങ്കിലും ആ സമയത്ത് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നു. എന്നിരുന്നാലും പലർക്കും എന്താ പറയുന്നത്, മറവി ഉണ്ടായി. അപ്പൊ അങ്ങനെ സംഭവിച്ചു. കാര്യം ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ അത് ഈ ഷെൽട്ടറിനൊക്കെയുള്ള എക്സാമിനേഷനും ഇനീഷ്യേഷനൊക്കെയുള്ള എക്സാമിനേഷനൊക്കെ മുന്നോടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കുറേ കൂടി ഇടാനൊക്കെ ഉണ്ട്. അത് ഇനി ഒരു അവസരത്തിൽ വീണ്ടും ഇടാം. പക്ഷെ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാം ഇത് എൻ്റെ ചോദ്യം ഉത്തരം നോക്കി എഴുതിയിട്ട് എനിക്കൊന്ന് വാട്സപ്പ് അയക്കണം. അതിൽ ജ്ഞാനാംബിക മാതാജിയാണ് ആദ്യം തന്നെ അയച്ചത്, പിന്നീട് രതിദേവി മാതാജി അയച്ചിരുന്നു, പിന്നെ രാധിക മാതാജി. അങ്ങനെ 3 പേരാണ് അയച്ചത്. ബാക്കി ആരും അയച്ചു കണ്ടില്ല. അത് നിങ്ങളുടെ സൗകര്യം പോലെ. കാര്യം അത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത് നോക്കി എഴുതിയാൽ തന്നെ നമുക്കൊരു ഓർമ്മ കിട്ടും. അതിനു വേണ്ടിയിട്ട് പറഞ്ഞതാണ്, അല്ലാതെ നിർബന്ധമൊന്നുമില്ല. അപ്പൊ 3 പേര് അത് ചെയ്തിരുന്നു. ഞാൻ അതിന്റെ ആൻസർ നോക്കിയിട്ട് സമയം പോലെ പറയാം. കാര്യം ഇപ്പൊ ഇവിടെ മനോഹർ ഗൗരദാസ് പ്രഭുവിന്റെ വിസിറ്റ് ഉള്ള കാരണം എല്ലാ ദിവസവും സപ്താഹം നടക്കുകയാണ് വൈകുന്നേരങ്ങളിൽ. അപ്പം വൈകുന്നേരങ്ങളിൽ എനിക്ക് ആ, അവിടെ അതിന് പോകുന്ന കാരണം സമയമേ കിട്ടുന്നില്ല. അതുകൊണ്ട് അങ്ങനെയാണ്. ആ, അപ്പൊ അതാണ് എനിക്ക് അത് നോക്കാൻ പറ്റാം. ഞാൻ നോക്കാമല്ല, അത് 3 പേരും അയച്ചിരിക്കുന്നത് ഞാൻ നോക്കാം. ഇനി ആർക്കെങ്കിലും അങ്ങനെ എഴുതണം തോന്നുവാണെന്നുണ്ടെങ്കിൽ മറ്റേ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കി അതിന്റെ ഉത്തരങ്ങൾ നോക്കി തന്നെ എഴുതിയിട്ടാൽ മതി. അപ്പൊ അതുമായിട്ട് ഒന്നുകൂടെ പരിചയം വരുമല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ഇന്ന് ശ്ലോകം തുടങ്ങാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ സംസാരധാവ, അതായത് മംഗളാരതി സോങ്, മറ്റേ ഗുരു അഷ്ടകം നമ്മള് നോക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ അത് നമുക്ക് നോക്കാൻ സമയം ഉണ്ടെങ്കിൽ, ഈ 3 ശ്ലോകം കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മള് ഇത് തുടങ്ങുന്നതിന് മുൻപേ നമ്മളുടെ നാമാപരാധങ്ങളെ ജപിക്കണം എന്ന് ഉള്ളത് നിർബന്ധമാണെന്ന് നമ്മളുടെ ശിക്ഷാ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞതുകൊണ്ട് നാമാപരാധം ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ നാമാപരാധം ഞാൻ വായിക്കാം. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഓരോരുത്തരും അത് പ്രിപ്പയർ ആയിട്ട് വരണം. നാമാപരാധം 10 നാമാപരാധങ്ങളാണ്. അതായത് നമ്മൾ നാമം ജപിക്കുമ്പോൾ നമുക്ക് ആ നാമരുചി കിട്ടാൻ വേണ്ടിയിട്ട് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് നാമരുചി കിട്ടത്തുള്ളൂ. അപ്പം ആ നാമ അപരാധങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ വായിക്കുമ്പോൾ എല്ലാ ദിവസവും അത് വായിച്ചു പോകുമ്പോഴത്തേക്കും നമുക്കത് എന്താണ്, ഏതൊക്കെയാണ് നാമാപരാധങ്ങളിൽ നിന്നും അത് എങ്ങനെ നമ്മൾ ഒഴിവാക്കണം എന്ന് നമ്മൾ ശീലിച്ചു പോകും. അപ്പൊ ഞാനത് ഇന്ന് വായിക്കാം. അടുത്ത ദിവസം ഓരോരുത്തരും അത് പ്രിപ്പയർ ആയിട്ട് വരണം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ ശ്രീരഞ്ജിനി മാതാജിയൊക്കെ കയറിയവർ ഞാൻ പറയാം, സമയം ഒരു അരമണിക്കൂറിന് മുന്നോട്ടാക്കണം എന്നൊരു അഭ്യർത്ഥന വന്നിട്ടുണ്ട് ചിലരുടെ ഭാഗത്തു നിന്നൊക്കെ. ചിലർക്ക് വേറെ ക്ലാസ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും ചിലർക്കൊക്കെ വിളക്ക് കത്തിക്കുന്ന സമയമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയത്, 6:30ലേക്ക് മാറ്റിയത്. 6 മണി വിളക്ക് കത്തിക്കുന്ന സമയമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാനല്ലേ ഒരു വോട്ടിങ്ങിനിടാം, ഒന്നുകൂടെ നോക്കിയിട്ട് ഭൂരിപക്ഷം അഭിപ്രായം നോക്കിയിട്ട് ചെയ്യാം. ഞാൻ ഗ്രൂപ്പിൽ ഒരു വോട്ടിങ്ങിനിടാം സമയത്തിന്റെ കാര്യത്തെ പറ്റി, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. ഇന്ന് വളരെ കുറച്ച് പേരെ കയറിയിട്ടുള്ള, ആരൊക്കെയോ യാത്രകളിലൊക്കെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അപ്പൊ തിരുനാമ അപരാധങ്ങൾ: 1, ഭഗവാന്റെ തിരുനാമം പ്രചരിപ്പിക്കുന്നതിന് തങ്ങളുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഭക്തന്മാരെ നിന്ദിക്കുക. 2, ദേവന്മാരായ ശിവൻ, ബ്രഹ്മാവ് ഇവരെ ഭഗവാൻ വിഷ്ണുവിന്റെ തിരുനാമത്തോട് തുല്യമായോ സ്വതന്ത്രമായോ ചിന്തിക്കുക. 3, ആധ്യാത്മിക ഗുരുവിന്റെ കൽപ്പനകളെ ഉല്ലംഘിക്കുക. 4, വൈദിക സാഹിത്യത്തെയോ അതുമായി ബന്ധപ്പെട്ടു വരുന്ന മറ്റു സാഹിത്യങ്ങളെയോ നിന്ദിക്കുക. 5, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിന്റെ മഹത്വത്തെ സാങ്കല്പികമാണെന്ന് കരുതുക. 6, ഭഗവാന്റെ തിരുനാമം ഭൗതിക രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുക. 7, ഭഗവാന്റെ തിരുനാമത്തിന്റെ ബലത്തിൽ പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. 8, വേദസാഹിത്യത്തിലെ കർമ്മകാണ്ഡങ്ങളിൽ വിവരിച്ചിട്ടുള്ള ഒരു മംഗളകരമായ ധാർമ്മിക കർമ്മമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം എന്ന് കരുതുക. 9, ഭഗവാന്റെ തിരുനാമ മഹിമകളെ കുറിച്ച് ഒരു അവിശ്വാസിയായ വ്യക്തിയെ ഉപദേശിക്കുക.
10 നാമമാഹാത്മ്യത്തെക്കുറിച്ച് പല നിർദ്ദേശങ്ങളും മനസ്സിലാക്കിയതിനു ശേഷവും തിരുനാമ ജപത്തിൽ പൂർണ്ണമായി വിശ്വാസമില്ലാതിരിക്കുകയും ഭൗതിക ആഗ്രഹങ്ങളെ വച്ചു പുലർത്തുകയും ചെയ്യുക. ഒരു വൈഷ്ണവൻ തന്റെ കൃഷ്ണപ്രേമമാകുന്ന ആധ്യാത്മിക ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി ഇത്തരം അപരാധങ്ങളിൽ നിന്ന് സുരക്ഷ നേടേണ്ടതാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾക്ക് കൃഷ്ണപ്രേമമാണ് നമ്മളുടെ ലക്ഷ്യം, അല്ലെ? നമ്മളുടെ ആ ഫ്രൂട്ട് എന്താണ്? കൃഷ്ണപ്രേമം. അപ്പൊ കൃഷ്ണപ്രേമം കിട്ടാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന കുറെ കാര്യങ്ങളാണ് നാമാപരാധം. നമ്മൾ നാമം ജപിക്കുമ്പോൾ എന്തുകൊണ്ട് നാമരുചി വരുന്നില്ല, പ്രേമം ഉണ്ടാകുന്നില്ല, നമുക്ക് വിറയലുണ്ടാകുന്നില്ല, നമ്മളുടെ തൊണ്ട ഇടറുന്നില്ല, നമ്മളുടെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നില്ല? ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്ന 10 കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാവരും ബൈഹർട്ടായിട്ട് പഠിക്കേണ്ടതാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗുരുവാശ്രയത്തിന്റെ ഒക്കെ ഉള്ള ഒരു ചോദ്യമാണ്. ഇത് 10 എണ്ണവും നമ്മൾ എഴുതുക എന്നുള്ളത് ഗുരുവാശ്രയത്തിനും ഗുരുദീക്ഷയ്ക്കും ഒക്കെയുള്ള ചോദ്യത്തിൽ പെട്ടതാണ്. അപ്പൊ ഇത് വൈഷ്ണവ ഗീതങ്ങൾ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ അകത്തുണ്ട്. അപ്പൊ എല്ലാവരും ഡെയിലി എടുത്തൊന്ന് വായിക്കണം. നമ്മൾ ഇതിൽ ഏതൊക്കെ പാലിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. പ്രധാനമായിട്ടും നമ്മളൊരു വൈഷ്ണവന്റെ അടുക്കൽ നിന്നൊരു ശാപം അല്ലെങ്കിൽ ഒരു വൈഷ്ണവനെ കുറ്റം പറഞ്ഞ് അങ്ങനെ ഒരു അപരാധം മേടിക്കാതിരിക്കുക. അത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളൊരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 16 മാല ഡെയിലി ജപിച്ചോളാം അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു ജപം ഒരു കാര്യസാധ്യത്തിന്, ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ നാമത്തെ ആശ്രയിക്കുക. പിന്നെ ഈ ഭഗവാന്റെ നാമം ചെയ്തിട്ട് നമ്മൾ ഒരു ജീവിയെ കൊന്നിട്ട് ഞാൻ അവിടെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രം കൂടെ ജപിച്ചുകൊണ്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതായത് മഹാമന്ത്രത്തിന്റെ ബലത്തിൽ നമ്മൾ പാപകരണങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ മഹാമന്ത്ര ജപത്തിന്റെ അതായത് ബലത്തിൽ പാപകരണങ്ങൾ ഭൗതിക രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുക. അത് സാങ്കല്പികമാണെന്ന് പറയും. ഇതിനൊരു ഫലവും ഇല്ല എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ഒരു സാങ്കല്പികമാണ്, ഇത് ജപിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, ആ രീതിയിൽ കരുതുക. പിന്നെ നമ്മൾ ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കാതിരിക്കുക. പിന്നെ നമ്മൾ മറ്റുള്ള ദേവീദേവന്മാരുടെ നാമോ ഇതുമായിട്ടൊരു തുല്യമായിട്ടോ അങ്ങനെയൊക്കെ കരുതുക, ചിന്തിക്കുക. അതായത് ഇതാണ് ഏറ്റവും മഹാമന്ത്രം എന്നാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ഉയർന്ന മന്ത്രമാണ്. അപ്പൊ മറ്റുള്ള ദേവീദേവന്മാരുടെ മന്ത്രമായിട്ട് ഇവൻ താരതമ്യപ്പെടുത്തുക പോലും ചെയ്യരുത്. അപ്പൊ പിന്നെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്ന ഉയർന്ന വൈഷ്ണവരായിട്ടുള്ള ആൾക്കാരെ യാതൊരു തരത്തിലും മനസ്സാവാച കർമ്മണ നമ്മൾ അവരോടൊരു തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇത് നിങ്ങൾ ഡെയിലി വായിച്ചു നോക്കുക. വൈഷ്ണവഗീതങ്ങൾ ഇല്ലാത്തവർ വൈഷ്ണവഗീതങ്ങൾ വാങ്ങിക്കുക. തൊട്ടടുത്തുള്ള ഏതെങ്കിലും ടെമ്പിളിലോ ഒക്കെ പോയി അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുത്തിക്കുക. പോസ്റ്റൽ കൊറിയറിൽ കിട്ടും. അപ്പൊ അതിൽ നിന്ന് നോക്കി മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്താ പറയുന്നത്, നമുക്ക് ഇനി ഡെയിലി വായിച്ചു പോകാൻ പഠിക്കേണ്ട വേറൊരു ശ്ലോകമാണ്. അത് നമുക്ക് ഡെയിലി വായിച്ചു പോകാമത്. ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ശ്രേയാ കൈരവചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാംബുദിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മാ സ്നവനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം നാമകാരീ ബഹുധാ നിജ സർവശക്തിസ്തത്രാർപ്പിതാ നിയമിതാ സ്മരണേന കാലഃ ഏതാദൃശീ തവ കൃപാ ഭഗവൻ മമാപി ദുർദൈവമീദൃശമിഹാ ജനിനാനുരാഗ തൃണാദവി സുനീചേന തരോരവി സഹുഷ്ണിന അമാനീനമാനദേന കീർത്തനീയ സദാ ഹരി നദനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവദാത് ഭക്തിരഹൈതുകീ ത്വയി ഐനന്ദതനൂജ കിങ്കരം പതിതാം മാ വിഷമേ ഭവാംബുദൗ കൃപയാ തവ പാദപങ്കജ സ്ഥിതധൂളി സദൃശ്യം വിചിന്തയാ നയനം ഗളദശ്രുതാരയാ വദനം ഗദ്ഗദരുദ്ധയാ ഗിരാ പുളകൈർനിജിതം വപൂകഥാ തവ നാമഗ്രഹണേ ഭവിഷ്യതി യുഗായിദം നിമേഷേണ ചക്ഷുഷാം പ്രാവുഷായിദം ശൂന്യായിദം ജഗത്സർവം ഗോവിന്ദ വിരഹേണ മേ ആശ്ലിഷ്യ വാ പാദരതാം പിനഷ്ടുമാം അദർശനാമർമ്മകഥാം കരോതു വാ യഥാ തഥാ വാ വിദദാതു ലംബടൗ മത്പ്രാണനാഥസ്തു സയേവനാപരാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശിഷ്ടാഷ്ടം ഗ്രന്ഥരാജ് കി ജയ്. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ജപിച്ച ആ കീർത്തനം എന്ന് പറഞ്ഞ ശിഷ്ടാഷ്ടകമാണ്. ചൈതന്യ മഹാപ്രഭു ആകെ രചിച്ച അദ്ദേഹത്തിന്റെ കൃതിയായിട്ടുള്ളത് ഈ ശിഷ്ടാഷ്ടകം മാത്രമാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് എഴുതിയെടുത്താണ് ചൈതന്യ മഹാപ്രഭു പല പ്രാവശ്യമായിട്ട് പറഞ്ഞ 8 സ്റ്റാൻസ, 8 ശ്ലോകങ്ങൾ. അപ്പൊ അതാണ് ശിഷ്ടാഷ്ടകം എന്നുള്ള പേരിൽ നമ്മൾ വായിച്ചത്. അതെല്ലാവരും തന്നെ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. അതിന്റെ അർത്ഥങ്ങൾ ഭയങ്കര വ്യാപ്തിയാണ്. ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്താൽ തീരത്തില്ല അതിന്റെ ഓരോരോ സ്റ്റാൻസയുടെ അർത്ഥങ്ങളും ഒക്കെ. അപ്പം നമ്മൾ ഈ ഗൗര പൂർണിമയുടെ അന്ന് നമ്മൾ അതിന്റെ അർത്ഥം സാമാന്യമായിട്ടുള്ള രീതിയിലൊന്ന് നോക്കിയതാണ്. അതുപോലെ ഇനി നമുക്ക് എല്ലാ ആഴ്ചയിലും ഓരോരുത്തരും ഈ ശിഷ്ടാഷ്ടകം ഈവൻ നോക്കിയാണെങ്കിലും വായിക്കാണ്ട് തയ്യാറായി വരുക. നാമാപരാധങ്ങൾ ശിഷ്ടാഷ്ടങ്ങൾ ഓരോരുത്തരെ കൊണ്ട് ഓരോ പ്രാവശ്യം ഓരോ ആഴ്ചയിൽ ഓരോ ടേൺ ആയിട്ട് വരാം. അപ്പം ഇന്ന് ഓരോരുത്തരും തീരുമാനിക്കുക അടുത്ത ആഴ്ചയിൽ ആരാണ് വായിക്കുന്നതെന്നൊന്ന് തീരുമാനിച്ചു വരിക. നമുക്കതിന്റെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം. അടുത്ത ആഴ്ചയിൽ നാമാപരാധങ്ങള് ജ്ഞാനാംബിക മാതാജി, ശിഷ്ടാഷ്ടകം രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. നമുക്ക് ഓരോ ആഴ്ചയിൽ ഓരോ ടേൺ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്തത് നമ്മള് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? 39. ശ്ലോകം 39. അപ്പം ഹരേ ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ ഒന്ന് ഡോക്ടറെ അടുത്തേക്ക് ഒന്ന് പോവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ കയറാം പ്രഭു. എന്ത് പറ്റി മാതാജി? അത് മോന്റെ കയ്യില് കടന്നല് കുത്തിയിട്ടേ കോളേജിൽ നിന്ന് അതിങ്ങനെ വീങ്ങിയിട്ടുണ്ട്. കൃഷ്ണ, ഈ സമയത്ത് ഇപ്പോഴും കടന്നലൊക്കെ ഉണ്ടല്ലേ? കോളേജിൽ കൃഷ്ണ. അപ്പൊ എന്തായാലും പെട്ടെന്ന് സുഖാട്ടെ. ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോമുഖം നരസിംഹം വിഷ്ണു ഭദ്രം മുത്യം നമാമിഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ ജയ പ്രഹ്ലാദേശ ജയ പത്മമുഖ മുഖ പറ്റിനാസ് നരസിംഹ ഭഗവാൻ കി ജയ്. ഹരേ കൃഷ്ണ. മാതാജി അപ്പൊ എത്രയും പെട്ടെന്ന് സുഖാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ നമ്മള് 2-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയുടെ ഒരു സമ്മറി ആണല്ലോ അല്ലെ, ഗീതാ വിഷയ സംഗ്രഹം. അപ്പൊ അതില് നമ്മൾ 39-ാമത്തെ ശ്ലോകമാണ് ഇന്ന് എടുക്കേണ്ടത്. 39-ാമത്തെ ശ്ലോകം. യേഷാ തേ വിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. യേഷാ തേ അഭിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. യേഷാ തേ അഭിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. യേഷാ തേ അഭിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. യേഷാ തേ അഭിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. യേഷാ ബുദ്ധി, ഈ ബുദ്ധി തേ നിനക്കായിക്കൊണ്ട് സാംഖ്യ തത്വം അനുസരിച്ചിട്ട് മയ അഭിഹിത എന്നാൽ വിവരിക്കപ്പെട്ടു. കിം തു എന്നാൽ യോഗേ ഫലോദിഷ്ടമല്ലാത്ത കർമ്മപ്രകാരം ഇമാം ഈ ബുദ്ധിയെ ശ്രവിക്കുക. പാർത്ഥ ഹേ പാർത്ഥ യേയാ ബുദ്ധിയ യാതൊരു ബുദ്ധിയോ യുക്തനായിട്ട് കർമ്മബന്ധത്തെ പ്രഹസ്യസി നിനക്ക് മോചനം നേടാം.
ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെ പറ്റി നിനക്ക് ഞാൻ വിവരിച്ചു തന്നു. ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുന്നതിനെ പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ. അല്ലയോ പാർത്ഥ, ഇതറിഞ്ഞ് പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാകാം. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെ പറ്റി ഞാൻ നിനക്ക് വിവരിച്ചു തന്നു. ഏത് ജ്ഞാനം? ആർക്കാ പറയാൻ പറ്റുന്ന ഏത് ജ്ഞാനത്തെ പറ്റിയാണ് ഇതുവരെ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ആത്മജ്ഞാനമാണ്. ആത്മാവിനെ ആത്മ പറ്റിയുള്ള ജ്ഞാനത്തെ പറ്റിയാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരീരവും ആത്മാവിനെ ആത്മാവും പറ്റി തമ്മിലുള്ള ഒരു പഠനം. ശരീരം എന്താണ്, ആത്മജ്ഞാനം. ആത്മാവ് എന്താണ്, അല്ലെ? ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്, വ്യത്യാസം എന്താണ്? ഇത് രണ്ടും ഒന്നാണോ? ശരീരവും ആത്മാവും ഒന്നാണോ? അല്ല, രണ്ടാ. അല്ല, രണ്ടാണ്, അല്ലേ? രണ്ടും രണ്ടാ. രണ്ടും രണ്ടാണ്. ശരീരം ഉടുപ്പും മറ്റേത് ആത്മാവ് നമ്മുടെ അതിന്റെ അംശവുമാണ്. ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഉടുപ്പുകൾ മാറി ഇട്ട പോലെ മാത്രമാണ്. നമ്മൾ പിന്നെ ഈ നീല വസ്ത്രമാണ് ഞാൻ ഉടുത്ത് എങ്കിൽ അടുത്ത ദിവസം വേറൊരു വസ്ത്രം മാറിയിടുന്നു എന്ന് പറഞ്ഞ പോലെ ആത്മാവ് ഓരോരോ ശരീരങ്ങൾ ആത്മാവിന് വസിക്കാനുള്ള ഒരു കൂട്. ആത്മാവിന് അങ്ങനെയല്ലേ? വസിക്കാനുള്ള ഒരു ഇരിപ്പിടം മാത്രമാണ് ആത്മാവിന് ശരീരം. വസിക്കാനുള്ള കൂട്. അത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കയറി ഇരുന്നപ്പോൾ അത് മനുഷ്യരൂപമായി. അതുപോലെ തന്നെ ഒരു പൂച്ചയുടെ ശരീരത്തിലാണ് പൂച്ചയുടെ രൂപം, പട്ടിയുടെ ശരീരത്തിലാണ് പട്ടിയുടെ രൂപം, അങ്ങനെയാണ്. അപ്പൊ ആ ആത്മാവ് ശരീരവും തമ്മിൽ രണ്ടും രണ്ടാണെന്ന് പറഞ്ഞു. ചില സപ്താഹം നടത്തുന്ന ആചാര്യന്മാരൊക്കെ ഇതെല്ലാം ഒന്നാണ്, ആത്മാവ് ശരീരവും ഞാനും മാതാജിയും അതുപോലെ നമ്മുടെ അടുത്തിരിക്കുന്ന പട്ടിയും പൂച്ചയും അതുപോലെ തന്നെ അങ്ങനെ മറ്റു പല വസ്തുക്കളും ജീവനുള്ളതും ജീവനല്ലാത്തതുമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഒന്നാണെന്നും പറഞ്ഞ് പറയുന്ന ആൾക്കാരുണ്ട് സപ്താഹത്തില്. അതുപോലെ തന്നെ ഞാനും എന്താ പറയുക, എൻ്റെ വീട്ടിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ എല്ലാവരും ഞാനും ഭഗവാനും ഒന്നാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. ചില സപ്താഹത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും കേൾക്കുന്ന ഒരെണ്ണമാണ്. കാര്യം അത് കേൾക്കരുതെന്നാണ് നമ്മളുടെ ആചാര്യന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നുള്ളത്. അങ്ങനെ മായാവാദികളായിട്ടുള്ള ആൾക്കാരുടെ അടുക്കൽ നിന്ന്, അതായത് വിഷം ദംശിച്ച പാല് കഴിക്കുന്ന മാതിരിയാണ്. സർപ്പം ദംശിച്ച പാല് കഴിച്ചാൽ വിഷമയമാണ് എന്ന് പറഞ്ഞാൽ, പക്ഷെ ഞാൻ ഇപ്പോഴും ഒരാളുടെ മാത്രം കേൾക്കാറുണ്ട്. കാര്യം നമ്മൾ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഞാൻ ആ ഒരു കഥ മാത്രം ഭാഗവത കഥ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഉപകരിക്കുന്നത്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഞാൻ ഒരുപാട് ശകാരം കേൾക്കേണ്ടി വരും, ഞാൻ അദ്ദേഹത്തിന്റെ കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ. പക്ഷെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ കഥയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഗോവർദ്ധന എടുത്തു ഉയർത്തുന്നത് സങ്കല്പം മാത്രമാണ് എന്ന് വിചാരിക്കുക. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് പിടിക്കാതെ വരുന്നത്. അതൊരു സങ്കല്പമാണ്. എന്താ ഭഗവാന് ശക്തിയില്ലേ? ഭഗവാൻ എന്താ ഈ ലോകം മുഴുവൻ ധരിക്കുന്ന ഭഗവാന് എന്തുകൊണ്ട് ഇവര് ശക്തിയില്ലാത്ത ആളാക്കി മാറ്റി? ഭഗവാൻ ഇങ്ങനെ രൂപം ഉണ്ടെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. വൃന്ദാവനത്തിലൊക്കെ ലീലകളൊക്കെ കാണിച്ചതൊരു കഥ മാത്രമാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, നിങ്ങളെ പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഒരു കഥ. ഭഗവാൻ ഒരു രൂപമുള്ളതായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് മായാവാദം എന്ന് പറയുന്നത്. ഭഗവാന് രൂപമില്ല, പിന്നെ നമ്മൾ ഭഗവാൻ ഒന്നാണ്. അല്ല, അതുപോലെ തന്നെ പ്രഭു പറയുന്നുണ്ട്, എല്ലാം ഒന്ന് തന്നെയാണെന്ന്. ശിവനും വിഷ്ണു എല്ലാം ഒന്ന്. കൃഷ്ണനും എല്ലാം ഒന്ന്. ഞാനും മാതാജി മിക്കവാറും ഉണ്ടാകും പറയോ? നമ്മൾ രണ്ടുപേരും ഒന്നാണോ? അല്ല, ഞാനും ഭഗവാനും ഉദിത് ചൈതന്യൊക്കെ, ഞാൻ പേരെടുത്ത് ആരെയും ഒന്നും പറയുന്നില്ല. ഉദിത് ചൈതന്യം ഒക്കെ ഇത് ഫോളോ ചെയ്യുന്നതാണ്. അതുപോലെ ഞാൻ ഇപ്പൊ കേൾക്കുന്ന സപ്താഹം ഹരിഗോവിന്ദൻ നമ്പൂതിരിയാണ്. അദ്ദേഹം സപ്താഹം പറയുന്നു. അദ്ദേഹം സംസ്കൃത അധ്യാപകനാണ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ആ ശ്ലോകങ്ങളുടെ ഒരു മീനിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് കേൾക്കുന്നത്. ഞാൻ ഈ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കിട്ടാറില്ല. ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സപ്താഹം ഞാൻ ഓണാക്കി കേൾക്കാറുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നതല്ല. അദ്ദേഹമായിട്ട് ഞാൻ വാട്സപ്പിൽ കൂടെ കുറെ മെസ്സേജ് ഒക്കെ ചെയ്ത് അങ്ങോട്ട് ഇട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ അടുക്ക് ഒരു രക്ഷയില്ല. കാര്യം ഈ അദ്വൈതത്തിലെ ആ ഒരു സിദ്ധാന്തം, ആ അദ്വൈതത്തെ രണ്ട് അദ്വൈതമുണ്ട്, ശുദ്ധ സവിശേഷ അദ്വൈതമുണ്ട്. അപ്പൊ അതിലെ ആ ഒരു മോശമായിട്ടുള്ള അദ്വൈതമാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. ശരിക്കുള്ള അദ്വൈതമുണ്ട്, ഞാനും ഭഗവാനും എന്താണ് ഒന്നാണ്. എങ്ങനെയാണ്? ഗുണത്തിൽ ഒന്നാണ്. അപ്പൊ ആ ഒരു സവിശേഷ അദ്വൈതം ഫോളോ ചെയ്യാതെ, ശരിക്കും ശങ്കരാചാര്യര് തന്നെ ഈ ഭഗവാനെ പറ്റി, ഭഗവാന്റെ വിഗ്രഹങ്ങൾ 108 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച ആളാണ്. 108 വിഷ്ണു ക്ഷേത്രം, 108 ശിവാലയങ്ങള്, 108 എന്താ പറയുക ദുർഗാലയങ്ങളൊക്കെ പ്രതിഷ്ഠിച്ച ആള്. അപ്പോൾ ഈ പറയുന്ന ഈ കൃതികൾ എത്രമാത്രം എഴുതിയാണ് സൗന്ദര്യലഹരിയൊക്കെ. അപ്പൊ രൂപമില്ലാത്ത ഭഗവാന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തിനാ പ്രതിഷ്ഠ നടത്തുന്നത്?
രൂപമില്ലാത്ത ഭഗവാനെ പിന്നെ ഭജഗോവിന്ദം എന്ന് പേരെടുത്ത് എന്തിനാ പറയുന്നത്? ഭജഗോവിന്ദം. പിന്നെ ഏകോ ശാസ്ത്രം ദേവകി പുത്രദേവം, ഇതൊക്കെ അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്? ഭജഗോവിന്ദം ഭജഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ, ഗോവിന്ദനെ ഭജിക്കാതെ രക്ഷയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അനുയായികളിൽ ഒരു വിഭാഗക്കാര് എന്താണ് പറയുന്നത്? ഭഗവാന് രൂപമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ രൂപമില്ല. എന്താണ്? പ്രപഞ്ച സ്വരൂപനായിട്ട് ഭഗവാനെ കാണുവാണെന്ന്. അതായത് ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായതുകൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ പറ്റുമോ നമുക്ക് കണ്ണുകൊണ്ട്? അല്ലെ? പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം കുറച്ചാൽ എപ്പോഴും പൂർണ്ണമായി തന്നെ അത് അവശേഷിക്കും, അല്ലെ? എന്ന് പറഞ്ഞാൽ പൂർണ്ണനായിട്ടുള്ള ഒരു ഭഗവാൻ, അതായത് വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യ ഭവ പ്രഭു, ആ ഒരു സങ്കല്പത്തിലേക്ക് പോകും. വിരാട് പുരുഷ രൂപത്തിലേക്ക് വരുമ്പോ ഭഗവാൻ വിശ്വാകാരനാണ്, അല്ലെ? വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, വിശ്വത്തെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ. ആർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു? ആ പ്രഹ്ലാദന്, അതേപോലെ തന്നെ അതേസമയം അങ്ങനെ ഭഗവാൻ ആർക്കെല്ലാം രൂപത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാന്, പരമാത്മാവായിട്ടിരിക്കുന്ന ഭഗവാന് രൂപമില്ല. പക്ഷെ വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന ഭഗവാന് 4 കൈകളോട് കൂടിയാണ് ഇരിക്കുന്നത്, സദാ ഇരിക്കുന്നു. അനേകം അസംഖ്യം വൈകുണ്ഠ ലോകങ്ങളിൽ. അതുപോലെ തന്നെ ദ്വിഭുജ മുരളീധര എല്ലാം ത്രിഭംഗ ശ്യാമസുന്ദര രൂപമായിട്ട് ഗോലോക വൃന്ദാവനത്തിൽ സദാ ഇരിക്കുന്നു. അപ്പൊ പിന്നെ നമ്മള് എന്താണ് നമ്മൾ ഭഗവാൻ രൂപമില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അതുപോലെ നമ്മള് അപ്പൊ എനിക്ക് രൂപം, ഈ ശരീരം വന്ന എന്തുകൊണ്ടാണ്? എന്റെ അച്ഛന് രൂപം ഉള്ളതുകൊണ്ട്, അല്ലേ? അപ്പൊ നമ്മളെ സൃഷ്ടിച്ച, ആദ്യമായിട്ട് നമ്മളെ അഹം ബീജ പ്രതപിത, നമുക്ക് ബീജം നിന്ന് നമ്മളെ സൃഷ്ടിച്ചത് ഞാനാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലേ? അപ്പൊ ഈ ഭഗവാന് രൂപമില്ലെങ്കിൽ ഭഗവാന് നമ്മളോടുള്ള കൃപ, മനുഷ്യരോടുള്ള കൃപ കുറച്ച് കൂടുതലായതുകൊണ്ട് മാത്രമാണ് ഭഗവാന്റെ രൂപം തന്നെ നമുക്ക് തന്നത്. മനസ്സിലായില്ലേ? അപ്പം ഭഗവാന്റെ രൂപം തന്നെ നമുക്ക് തന്നു. ഇപ്പോഴും പറയുന്നുണ്ട് പ്രഭു, ഇതാര് കണ്ടു, ആർക്കറിയാം, ആരാ ഇത്ര കർശനമായിട്ട് പറയും, ഇതാര് കണ്ടിട്ടാ പറയുന്നൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഉണ്ട്, ഒരുപാട് ചോദ്യമുണ്ട്. ഈ ദ്വാരകയൊക്കെ കണ്ടെടുത്ത്, അത് സങ്കല്പമാണെങ്കിൽ ദ്വാരക കടലിന്റെ അടിയിൽ എങ്ങനെയാ കണ്ടത്? സങ്കല്പമാണെങ്കിൽ ഇപ്പോഴും കുരുക്ഷേത്രം എങ്ങനെയാ ഉള്ളത്? യമുന നദി ഇപ്പോഴും ഉണ്ടല്ലോ, ഗംഗാ നദി ഇപ്പോഴും ഉണ്ടല്ലോ. ഇതൊക്കെ സങ്കല്പമാണെങ്കിൽ ഈ നദികളൊന്നും കാണരുതല്ലോ. അന്ന് പറഞ്ഞ ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സങ്കല്പമാണെങ്കിൽ. ഈ പറയുന്ന ഓരോ സ്ഥാനം, കുരുക്ഷേത്രം ഇപ്പോഴും ആ മണ്ണ് ചുമന്ന കളറിലാണ് കിടക്കുന്നത്. ആ ഭഗവാൻ ഉദ്ദേശിച്ച ആൽമരത്തിന്റെ ചുവട്, ഭഗവാൻ ഇത് ഭഗവത്ഗീത ഉപദേശിച്ചത് അതുണ്ട്. അവിടെ കുളമുണ്ട്. അതെല്ലാം അന്ന് പറഞ്ഞ പോലെ. പിന്നെ ഈ ശ്രീരാമാവതാരത്തിൽ ചിറ കെട്ടിയതോ, അത് അതേപടി ചിറ അവിടെ കിടപ്പുണ്ട്, കല്ലുകൾ സഹിതം കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മളോട് എന്താണ് പറയുന്നത്? വിളിച്ചറിയുകയാണ് ഇതെല്ലാം നടന്നതാണെന്നുള്ളത്. പിന്നെ എന്തിനാണ് ഈ പറയുന്ന നമ്മൾ ആചാര്യന്മാർ പറയുന്നത്, അല്ലെങ്കിൽ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുക? അതാണ് നേരത്തെ പറയുന്ന പോലെ ഭഗവാൻ എന്നുള്ള ആ ഒരു കാര്യം അറിയാനായിട്ട് നമ്മൾ അച്ഛനെ അറിയണമെങ്കിൽ അമ്മയോട് ചോദിക്കണം എന്ന് പറഞ്ഞ പോലെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളോട് ചോദിക്കുക, ആരാണ് ഭഗവാൻ? വേദങ്ങളെല്ലാം വേദവ്യാസൻ എഴുതി, പക്ഷെ അതിനകത്തൊന്നും എന്താണ് ശാസ്ത്രവും ഭഗവാൻ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ എന്നുള്ള പേര് പറഞ്ഞു, ഭഗവാന്റെ പേര് പറഞ്ഞിട്ടില്ല. എല്ലാ വേദങ്ങളും എഴുതിയിട്ട് വേദവ്യാസൻ ആകെപ്പാടെ ഒരു ഇതുമില്ല. എന്നാ പറഞ്ഞ മഹാഭാരതം, പുരാണങ്ങൾ, ഇതിഹാസങ്ങളെല്ലാം എഴുതിയിട്ടിരിക്കുക. അദ്ദേഹത്തിന് ഒരു സംതൃപ്തിയില്ല, ഒരു ആഹ്ലാദമില്ല, ആനന്ദമില്ല, ആകെ മൗഢ്യനായിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗുരുവായ ആരെത്തി? നാരദമുനി എത്തി. നാരദമുനി എത്തിയിട്ട് അദ്ദേഹത്തിനോട് എന്താണ് നിന്റെ ഈ വിഷമത്തിന്റെ കാരണം എന്ന് പറഞ്ഞപ്പോൾ, അങ്ങേക്കെല്ലാം അറിയാവുന്നതാണല്ലോ, അങ്ങ് അതുകൊണ്ടല്ല ഇങ്ങോട്ടേക്ക് ആഗതനായത്. അപ്പൊ അങ്ങ് പറഞ്ഞാലും എന്റെ വിഷമം എങ്ങനെ ഞാൻ മാറ്റും? അപ്പൊ ഈ വേദങ്ങളെല്ലാം എഴുതി, വേദങ്ങളെല്ലാം തന്നെ ഭഗവാനെ, വേദാന്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിയാന്നുള്ളതാണ്. ഈശോ വാസ്യമിതം സർവം, അതായത് ഈശോപനിഷത്തിൽ പറയുന്നു ഈശ്വരൻ വസിക്കുന്ന സ്ഥലമാണ്, എല്ലാം ഈശ്വരന്റെ ആണ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് സർവ്വതും ഈശ്വരന്റെ ആണെന്ന്, അല്ലേ? അപ്പൊ പിന്നെ ആ ഈശ്വരൻ ആരാണ് എന്ന് മാത്രം പറയുന്നില്ല. അപ്പം ആ ഈശ്വരൻ പറഞ്ഞ കാര്യങ്ങൾ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ആ ഈശ്വരൻ ആരാണെന്ന് പറയാത്ത സ്ഥിതിക്ക് ആ ഈശ്വരനെ അവിടെ ചേർത്തില്ല എങ്കിൽ പ്യുവർ ഡിവോഷണൽ സർവീസ് ടു ലോർഡ്ഷിപ്പ് കൃഷ്ണ, അതാണ് എന്താണ് ആ പ്യുവർ ലവ്, അതാണ് എന്താണ് ഭക്തി എന്ന് പറയുന്നത്. അതായത് പ്യുവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിപക്വമായ ഭക്തിയുത സേവനം ഭഗവാനിലേക്കുള്ള, അല്ലേ? ആ ഒരു സ്നേഹം, ഭഗവാനോട് തോന്നുന്ന സ്നേഹത്തിനാണ് ഭക്തി എന്ന് പറയുന്നത്, അല്ലേ? അതിലൊരു കലർപ്പില്ല. പിന്നെ എന്താണ്? അൺകണ്ടീഷണൽ ആണ്, ഒരു കണ്ടീഷന്റെയും പുറത്താകരുത്, അല്ലേ? നമുക്കൊരു പ്രത്യേക ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമുക്കൊരു എന്താണ് പറയുന്നത്,
എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് എന്താണ് ഭഗവാനെ മറക്കുക. നമ്മളുടെ കാര്യം സന്തോഷമുള്ള സമയത്ത് ഭഗവാനെ ഓർക്കാതിരിക്കുക, ദുഃഖം വരുന്ന സമയത്ത് ഭഗവാനെ കുറ്റപ്പെടുത്തുക. എല്ലാത്തിനെയും അതുപോലെ തന്നെ നമുക്ക് ഇന്ന സാധിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇന്നത് തരാം, അല്ലെങ്കിൽ ഇല്ല. ഇങ്ങനെയുള്ള കണ്ടീഷൻ വെക്കുമ്പോഴാണ് എന്താണ് ഭഗവാൻ നമ്മളിൽ നിന്ന് ഓടി അകലുന്നത്. ഒരു കണ്ടീഷനും ഇല്ലാത്ത പ്യുവർ ഡിവോഷണൽ സർവീസ് ആണെങ്കിൽ എന്താണ് അത് ആണ് പരിശുദ്ധമായ പ്രേമഭക്തി എന്ന് പറയുന്നത്. അതായത് ഗോപികമാർക്ക് അത് ഉണ്ടായിരുന്നു അല്ലേ? ആ പരിശുദ്ധമായ പ്രേമം ഒരു കണ്ടീഷനും ഇല്ലാതെ പ്യുവർ ഡിവോഷണൽ സർവീസ് ആണ് അല്ലേ? അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനെ പ്രാപിക്കാണ്ട് പറ്റും. അല്ലാത്ത കേസിൽ നമ്മൾ കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള, അതായത് നമ്മൾക്ക് ഈ ഭഗവാന്റെ പരീക്ഷണങ്ങളെല്ലാം ഭഗവാൻ പരീക്ഷണങ്ങൾ തരുവാണെന്ന് പറഞ്ഞ് നമ്മളെല്ലാം വിലപിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ പരീക്ഷണങ്ങളെ നമ്മൾ നേരിടണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ പാർഷദന്മാരോ വല്ലതും ആയിരിക്കണം അല്ലേ? ഒന്നുകിൽ സുദാമ, കുന്തിദേവി, അങ്ങനെയൊക്കെയുള്ള എത്രയും പ്രഹ്ലാദൻ, ഇങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ പാർഷദന്മാര് അനുഭവിച്ചതിന്റെ നമുക്ക് ഒരു അംശം പോലും നമുക്ക് അനുഭവിക്കാനുള്ള കാര്യത്തില്ല. അതുകൊണ്ട് ഭഗവാൻ നമ്മളെ ഒരിക്കലും പരീക്ഷണം തരുന്നു എന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഭഗവാൻ തരുന്ന പരീക്ഷണങ്ങൾ നമുക്ക് നേരിടാൻ പോലും പറ്റുന്നില്ല. നമുക്ക് തരുന്നത് മായ നമ്മളെ കർമ്മഫലങ്ങൾ തരുന്ന പരീക്ഷണങ്ങളാണ്. ഭഗവാന്റെ പരീക്ഷണങ്ങളിൽ നേരിടാനുള്ള പക്വത ആയിട്ടില്ല, നമുക്ക് താങ്ങാനുള്ള കരുത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് അതിനെ നമ്മളുടെ പുറത്ത് ഉള്ള ഒരു സംഭവമായിട്ട് നമ്മൾ വിഷയങ്ങളെ കാണാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മളുടെ പുറത്തുള്ളതാണ്, ഇത് നമ്മളെ ബാധിക്കുന്നില്ല. അത് വെറും എന്താണ് കാലസ്വരൂപനായ കാലം എല്ലാത്തിനെയും മറയ്ക്കും എന്ന് പറഞ്ഞ പോലെ ഒരു കുന്നിനൊരു കുഴി ഉള്ളതുപോലെ ഒരു ദിവസം ദുഃഖമാണ്, ഒരു ദിവസം സുഖം വരും. ഏതിലും സങ്കടപ്പെടാതെ ഇതെല്ലാം ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് എല്ലാം ചെയ്യുമ്പോൾ മുൻപിൽ കൃഷ്ണനെ മാത്രം നിർത്തുക. അങ്ങനെ കൃഷ്ണനെ മുൻനിർത്തിക്കൊണ്ട് വ്യാസമുനി എന്ത് ചെയ്തു? കൃഷ്ണന് വേണ്ടിയിട്ട് ഭാഗവത് എഴുതി. മുഴുവൻ കൃഷ്ണമയമാണ്. അതിലെ 10ാം സ്കന്ധമാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. 10ാം സ്കന്ധത്തിലാണ് കൃഷ്ണലീല പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ നാട്ടിലെ സപ്താഹം നടക്കുന്നവരെല്ലാവരും തന്നെ ആ 10ാം സ്കന്ധം ആകുമ്പോഴത്തേനാണ് അവർക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ മുഴുവനും കുറെ ശാസ്ത്രങ്ങളും അതും ഇതും എല്ലാം പറഞ്ഞു പോകുമ്പോൾ സൃഷ്ടി അടക്കം എല്ലാം പറഞ്ഞു വന്നിട്ട് 10ാം സ്കന്ധത്തിൽ എത്തുമ്പോഴത്തേക്കിനുമാണ് അവര് ഭഗവാനെ പറ്റി പറയുന്നത്. അപ്പൊ ആ കൃഷ്ണലീലകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മടുത്തിട്ടുണ്ട് കൃഷ്ണലീലകൾ കേട്ടിട്ട്? ആർക്കെങ്കിലും മടുപ്പുണ്ടോ? ഇല്ല അല്ലേ? ഒരിക്കലും മടുക്കില്ല. കാര്യം അത് സർവ്വ ആകർഷണനാണ് അല്ലേ? അദ്ദേഹത്തിന്റെ ലീലാസ്മരണം, അദ്ദേഹത്തെ പറ്റി വിചാരിക്കുക, അദ്ദേഹത്തിന്റെ നാമം ജപിക്കുക. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ട്? നമുക്ക് പ്യൂരിഫിക്കേഷൻ ഉള്ളത് കൊണ്ട്. ഭഗവാൻ സ്തോത്രപ്രിയനാണ് അല്ലേ? അങ്ങനെയെങ്കിലും ഇവൻ രക്ഷപ്പെട്ടു പൊക്കോട്ടെ എന്ന് വെച്ചാൽ ഭഗവാൻ നമുക്ക് ഓപ്ഷൻസ് തരികയാണ്. ഭഗവാന്റെ കൃപ നമ്മളോട് കൂടുതലുള്ളതുകൊണ്ട് ഭഗവാൻ അത്ര കൃപയുള്ള ആളാണ്. അപ്പൊ നമുക്ക് വരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഭഗവാൻ വരുത്തുന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാനെ കുറ്റപ്പെടുത്താതെ നമ്മൾ അതിന് എന്ത് ചെയ്തു? എന്ത് കാര്യങ്ങളെയും നല്ലതും ചീത്ത എന്തും ആകട്ടെ നമ്മള് ഭഗവാനെ മുൻനിർത്തി ചെയ്തു. ഇത് ഭഗവാന്റെ കൃപ കൊണ്ടാണ് നടന്നത്. ഇത് ഭഗവാൻ കാരണമാണ് നമുക്ക് ഇങ്ങനെ വന്നത് എന്ന് ആ ഒരു രീതിയിൽ ചിന്തിച്ച് എന്തുകൊണ്ട് പോയിക്കൂടാ? അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ആ ഒരു മനമാറ്റം, മനസ്സിനെ നമ്മളൊന്ന് പാകപ്പെടുത്തി എടുത്താൽ തന്നെ നമ്മളുടെ കാര്യങ്ങൾക്കൊക്കെ തന്നെ എല്ലാത്തിനും ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തി എടുക്കണം, നമ്മൾ ഭഗവാനിലേക്ക് ആക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത്, കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ഈ ജ്ഞാനത്തെപ്പറ്റി ഞാൻ നിനക്ക് വിവരിച്ചു തന്നു. ഭഗവാൻ പറയുവാണ്, ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുന്നതിനെ പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കും. അപ്പൊ എങ്ങനെ ഫലാസക്തി ഇല്ലാതെ കർമ്മം ചെയ്യാം, അതാണ് ഇനി വിവരിക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഫലം, നമ്മൾ ആസക്തി ഇല്ല, നമ്മളെല്ലാം ചെയ്യുന്നത് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ലേ, അതില്ലാതെയും പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. അല്ലയോ പാർത്ഥ, നീ ശ്രദ്ധിച്ചു കേൾക്കൂ. ഇതറിഞ്ഞ് പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനാകാനായിട്ട് സാധിക്കും. അപ്പൊ നീ അതനുസരിച്ച് ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ നിനക്ക് എന്താണ് ഈ കെട്ടുകൾ പൊട്ടിച്ചിട്ട് നിനക്ക് മുക്തനാവും. ഈ കെട്ടുകൾക്ക് പുറത്ത് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പം വരിഞ്ഞ് നമ്മളെ ഇട്ടിരിക്കുന്ന പോലെ ഈ കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂതിടം, കെട്ടുകളോ ഫലഭുക്തിയാതീരും കെട്ടായിനിയും നാരായണ ജയാം. അപ്പൊ അങ്ങനെ ആ കെട്ടുകൾ നമ്മളെ വീണ്ടും 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 മുറുക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഇതിന്റെ ഭാവാർത്ഥം ഒന്ന് നോക്കാം. ഭാവാർത്ഥം ഗീതാ മാതാജി ഒന്ന് വായിക്കൂ ആദ്യത്തെ പാരഗ്രാഫ്. ഭാവാർത്ഥം ശ്രീലപ്രഭാതം. നിരുക്തി എന്ന വൈദിക നിഘണ്ടു പ്രകാരം സാഖ്യം എന്നതിന് അർത്ഥം വിശദമായി പ്രതിപാദിക്കുന്നത് എന്നാണ്. ആത്മാവിന്റെ ശരിയായ സ്വഭാവത്തെ വിവരിക്കുന്ന തത്വശാസ്ത്രമാണ് സാഖ്യം.
യോഗം ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെയും യുദ്ധം ചെയ്യാതിരിക്കാനുള്ള അർജുനന്റെ നിശ്ചയം ഇന്ദ്രിയ സുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉള്ളതത്രേ. തന്റെ പ്രധാന കടമ വിസ്മരിച്ചുകൊണ്ട് യുദ്ധം നിർത്താൻ അർജുനൻ ആഗ്രഹിച്ചു. ധൃതരാഷ്ട്രപുത്രരായ തന്റെ സഹോദരങ്ങളെയും മറ്റുള്ളവരെയും കീഴടക്കി രാജ്യം വാഴുന്നതിനേക്കാൾ അവരെ വധിക്കാതിരിക്കുന്നതാണ് കൂടുതൽ സന്തോഷപ്രദം. രണ്ടു വിധത്തിലായാലും ഇന്ദ്രിയ സുഖമാണ് അടിസ്ഥാന തത്വം. ബന്ധുക്കളെ ജീവനോടെ കാണുന്നതിലുള്ള സന്തോഷത്തിനും അവരെ ജയിക്കുന്നതിലുള്ള സന്തോഷത്തിനും നിദാനം വ്യക്തിഗതമായ സുഖാനുഭൂതി തന്നെ. ഒരുപക്ഷെ ജ്ഞാനത്തെയും കർത്തവ്യത്തെയും ഇതിനായി ബലികഴിക്കേണ്ടി വന്നാൽ കൂടി മുത്തച്ഛന്റെ ശരീരത്തെ കൊല്ലുന്നത് കൊണ്ട് ആത്മാവ് കൊല്ലപ്പെടുന്നില്ല എന്ന് കൃഷ്ണൻ വ്യക്തമാക്കുകയാണ്. താൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ശാശ്വതരായ വ്യക്തികളാണെന്ന് ഭഗവാൻ പറയുന്നു. അവർ പണ്ട് മുതൽക്കേ വ്യക്തികളായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ, ഭാവിയിൽ വ്യക്തിത്വത്തോടെ വർത്തിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നാമെല്ലാം വ്യക്തിത്വമുള്ള ശാശ്വതരായ ആത്മാക്കളാണ്. നാം പല വിധത്തിലും നമ്മുടെ ശരീരമാകുന്ന ഉടുപ്പുകൾ മാറ്റാറുണ്ട്. ഭൗതികമാകുന്ന ഈ ഉടുപ്പുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞതിന് ശേഷവും നാം വ്യക്തിത്വം നിലനിർത്തിപ്പോരുന്നു. ആത്മാവിനെയും ശരീരത്തെയും കുറിച്ച് അപഗ്രഥനാത്മകമായ ഒരു പഠനം നടത്തി വ്യക്തമാക്കുകയാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യുന്നത്. ശരീരത്തെയും ആത്മാവിനെയും വിവിധ കാഴ്ചപ്പാടുകളിലൂടെ വിശദീകരിക്കുന്ന വിജ്ഞാനത്തെ വൈദിക നിഘണ്ടുവായി ആയ നിരുക്തി സാഖ്യമെന്ന് വിശേഷിപ്പിക്കുന്നു. നാസ്തികനായ കപിലന്റെ സാഖ്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. നാസ്തിക കപിലന്റെ സാഖ്യത്തിന് എത്രയോ മുൻപ് തന്നെ കൃഷ്ണന്റെ അവതാരമായ യഥാർത്ഥ കപില മഹർഷി സാഖ്യ സിദ്ധാന്തം തന്റെ മാതാവായ ദേവഹൂതിക്ക് ഉപദേശിച്ചതായി ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ സദാ ക്രിയാത്മകനാണ്. അദ്ദേഹം പ്രകൃതിയെ വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ സൃഷ്ടി ഉണ്ടാകുന്നു. ഇതാണ് കപില സിദ്ധാന്തം. വേദങ്ങളും ഭഗവത്ഗീതയും ഇതിനെ അനുകൂലിക്കുന്നു. ഭഗവത് വീക്ഷണമേറ്റ പ്രകൃതി അണുമാത്രരായ ജീവജാലങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഈ ജീവാത്മാക്കളെല്ലാം ഇന്ദ്രിയ സുഖാനുഭൂതിക്കായിട്ടത്രേ ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നത്. ഭൗതിക ശക്തിയാൽ മോഹിതരായിക്കൊണ്ട് സ്വയം ആസ്വാദകരാണെന്ന് അവരോർത്തു പോകുന്നു. ഭഗവാനിൽ ലയിച്ചു ചേരാനുള്ള ജീവജാലങ്ങളുടെ ഈ മനോഭാവം മോക്ഷപ്രാപ്തിയോളം നിലനിൽക്കുന്നു. ഇതാണ് ഇന്ദ്രിയ സുഖാനുഭൂതി എന്ന മായയുടെ അവസാനത്തെ കെണി. ജന്മജന്മാന്തരങ്ങളോളം ഇന്ദ്രിയോന്മുഖ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ശേഷം പരമസത്യാന്വേഷണം പൂർത്തീകരിച്ച ഒരു ആത്മാവ് വാസുദേവനെ ശരണം പ്രാപിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. അടുത്തത് ശരി മാതാജി. അർജുനൻ കൃഷ്ണനെ തന്റെ ആത്മീയ ഗുരുവായി സ്വീകരിച്ച് സ്വയം സമർപ്പിച്ചു കഴിഞ്ഞു. ശിശ്വത്തേഹം ശാധിമാം ത്വാം പ്രപന്നം. തുടർന്ന് ഭഗവാൻ ബുദ്ധിയോഗത്തിന്റെ അഥവാ കർമ്മയോഗത്തിന്റെ പ്രവർത്തന പദ്ധതിയെ, അതായത് ഭഗവാന്റെ സുഖത്തെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഭക്തിഭരിതമായ സേവനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവുമായി സമ്പർക്കം പുലർത്തലാണ് ബുദ്ധിയോഗം എന്ന് 10-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട്. ഭക്തിഭരിതമായ സേവനത്തിലൂടെ അല്ലാതെ അങ്ങനെ സമ്പർക്കം പുലർത്താനാവില്ല. എന്നാൽ അതീന്ദ്രിയ പ്രേമത്തോടെയുള്ള ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് അഥവാ ബോധം ഉൾക്കൊള്ളുന്നവർക്ക് കൃഷ്ണന്റെ വിശേഷാനുഗ്രഹത്താൽ ഈ ബുദ്ധിയോഗം പ്രാപ്യമാവുന്നു. അതുകൊണ്ടത്രേ അതീന്ദ്രിയ പ്രേമം കൊണ്ട് സദാ ഭക്തിപുരസരം സേവന കർമ്മം നിർവഹിക്കുന്നവർക്കേ താൻ പ്രേമഭക്തിയെക്കുറിച്ചുള്ള വിജ്ഞാനം നൽകൂ എന്ന് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ഭക്തന് ശാശ്വതമായ ആനന്ദത്തോടു കൂടിയ ഭഗവത് ധാമത്തിൽ സർവേശ്വരനെ നിഷ്പ്രയാസം പ്രാപിക്കാം. കണ്ടിന്യൂ ചെയ്യണം പ്രഭുജി. ഹരേ കൃഷ്ണ. അടുത്തത് കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. അങ്ങനെ ഈ ശ്ലോകത്തിൽ പറയുന്ന ബുദ്ധിയോഗം ഭക്തിയുക്തമായ ഭഗവത് സേവനമാണെന്നും ഇവിടെ ഉപയോഗിച്ച സാഖ്യപദം വ്യാജ കപിലന്റെ നാസ്തിക വ്യക്തമായി. നാസ്തിക സാഖ്യവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അക്കാലത്ത് ജനങ്ങളിൽ അതിന് സ്വാധീന ശക്തി ഇല്ലായിരുന്നു. അത്രയുമല്ല, അത്തരം നാസ്തിക തത്വാധിഷ്ഠിതങ്ങളായ അഭ്യൂഹങ്ങളെ പറ്റി ഭഗവാൻ സ്പർശിച്ചിട്ട് പോലുമില്ല. ഭാഗവതത്തിൽ പ്രതിപാദിക്കപ്പെട്ടതാണ് കപില ഭഗവാന്റെ യഥാർത്ഥ സാഖ്യ സിദ്ധാന്തം. അതിനും ഈ സന്ദർഭത്തിൽ പ്രസക്തിയില്ല. ഇവിടെ സാഖ്യം എന്ന വാക്കിനർത്ഥം ആത്മാവിനെയും ശരീരത്തെയും അപഗ്രഥിച്ച് വിവരിക്കുക എന്നതാണ്.
ഭഗവാൻ കൃഷ്ണൻ ആത്മാവിനെ കുറിച്ച് അപഗ്രഥിച്ച് വിവരിക്കുന്നത് അർജുനനെ ബുദ്ധിയോഗത്തിലേക്ക് അഥവാ ഭക്തിയോഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ആണ്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ സാങ്കേ സിദ്ധാന്തവും ഭാഗവതത്തിൽ വിവരിച്ചിട്ടുള്ള കപിലദേവന്റെ സാങ്കേ സിദ്ധാന്തവും ഒന്ന് തന്നെയാണ്. രണ്ടും ഭക്തിയോഗമാണ്. അതുകൊണ്ടാണ് ബുദ്ധി കുറഞ്ഞവരെ സാങ്കേയോഗത്തെയും ഭക്തിയോഗത്തെയും വ്യത്യസ്തങ്ങളായി കാണുമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത്. സാങ്കേയോഗ പൃഥക് ബാല പ്രവദന്തിന പണ്ഡിത. നാസ്തിക സാഖ്യ സിദ്ധാന്തത്തിന് ഭക്തിയോഗത്തോട് ബന്ധമേ ഇല്ല എന്നിരിക്കലും അതിനെക്കുറിച്ചാണ് ഭഗവത്ഗീത പ്രതിപാദിക്കുന്നതെന്ന് അല്പബുദ്ധികൾ അവകാശപ്പെടുന്നു. കൃഷ്ണാവബോധത്തിൽ മുഴുകി ഭക്തിനിർഭരമായ സേവനത്തിൽ പൂർണ്ണമായ ആനന്ദത്തോടും വിജ്ഞാനത്തോടും കൂടി പ്രവർത്തിക്കലാണ് ബുദ്ധിയോഗമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബുദ്ധിയോഗ സിദ്ധാന്തം അനുസരിച്ച് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആ തൊഴിൽ എത്രമാത്രം ക്ലേശകരമായി ഇരുന്നാലും ദിവ്യമായ ആനന്ദം അനുഭവപ്പെടും. അങ്ങനെയുള്ള ദിവ്യകർമ്മത്തിൽ ഏർപ്പെടുകയാൽ ഭഗവത് കൃപ മൂലം ദിവ്യമായ അറിവുകളെല്ലാം തീവ്രമായ ഭാഗ്യശ്രമങ്ങളല്ലെന്നും കൂടാതെ തന്നെ അനായാസന കൈവരുന്നു. അയാൾ പൂർണ്ണമായി മുക്തനായിത്തീരും. കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനവും ഫലേച്ഛ മൂലമുള്ള വിശേഷിച്ച ഭൗതികമായും കുടുംബ സംബന്ധമായുമുള്ള സുഖഭോഗ സിദ്ധിയെ ലക്ഷ്യമാക്കി ചെയ്യുന്ന പ്രവൃത്തികളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതിനാൽ നമ്മുടെ കർമ്മത്തിന്റെ അതീന്ദ്ര ഗുണമത്രേ ബുദ്ധിയോഗം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് വളരെ നീണ്ട ഒരു ഭാവാർത്ഥമായിരുന്നു. കാര്യം ഈ ശ്ലോകത്തിൽ നിന്ന് ഒരു ചെറിയ ഒരു ഡൈവേർഷൻ വരുവാണ്. ആ ഒരു ഡൈവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിനെ പറ്റി, ശരീരത്തെ പറ്റി, ആത്മാവിനെ പറ്റി നമ്മൾ കുറെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഫലാസക്തി ഇല്ലാത്ത കർമ്മം 2-ാം അധ്യായത്തിലെ ഒരു വേർതിരിവാണ്. ഒരു കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് കയറുകയാണ്. ഫലാസക്തി ഇല്ലാത്ത കർമ്മത്തെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന ഒരു ശ്ലോകമാണ്. ഞാൻ ഇനി അടുത്ത ശ്ലോകം മുതൽ പറയാൻ പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ശ്ലോകം ഭഗവാൻ ഇട്ടതാണ്. അപ്പൊ ശ്രീലപ്രഭുപാദർ അതിനകത്ത് കുറെ വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഫലാസക്തി ഇല്ലാത്ത കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മമാണ് ഫലാസക്തി ഇല്ലാത്ത കർമ്മം. നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഭഗവാനെ മുൻനിർത്തി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വ്യാസദേവന് ഈ പറഞ്ഞ വേദങ്ങൾ മുഴുവൻ രചിച്ചിട്ടും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ രചിച്ചിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിനൊരു സന്തോഷം തോന്നിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു, നീ ഭഗവാനെ പറ്റി എഴുതുക, ഭാഗവതം എഴുതുക, ഭാഗവതം പറയുക. അപ്പോഴാണ് നിനക്ക് എന്താണ് പരിപൂർണമായ ആനന്ദം ഉണ്ടാകുന്നത്. സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലാണ് നിനക്ക് പൂർണ്ണമായ അല്ലെങ്കിൽ എപ്പോഴും നിലനിൽക്കുന്ന ആനന്ദം, ആത്മാവിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അല്ലാത്തതിലൊന്നും ഒരു പൊട്ടൻസി ഇല്ല, അല്ലെ? ഇതിലൊന്നും ഭഗവാൻ. അപ്പൊ ഈ മായാവാദികളായിട്ടുള്ള ഈ പറയുന്ന ഈ ആൾക്കാരെല്ലാരും ചെയ്യുന്ന കാര്യം എന്താണ്? ഈ പറയുന്ന ഭഗവാനെ അതിനകത്ത് ചേർക്കത്തില്ല. കാര്യം ഭഗവാന് ഇതൊന്നും ചെയ്യാനായിട്ടുള്ള കഴിവില്ല. കാര്യം ഗോവർദ്ധനം എടുത്തു എന്നുള്ളൊരു സങ്കല്പം മാത്രമാണ്. നിങ്ങൾ ആരും ഭഗവാൻ ഗോവർദ്ധനം എടുത്തു എന്ന് വിചാരിക്കരുത്. ഒരു ഭാഗവതാചാര്യൻ പറയുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്, ഭഗവാൻ വാ തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് ബ്രഹ്മാണ്ടങ്ങളെ കണ്ടു എന്ന് പറയുന്ന ആ ഒരു കഥയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന തത്വം കഥയാണോ അത്? എന്തുകൊണ്ട് ഇത് കഥ? ഭഗവാൻ എന്താ വാ തുറന്നു കഴിഞ്ഞാൽ പ്രപഞ്ചങ്ങളെ ബ്രഹ്മാണ്ടങ്ങളെ അതിനകത്ത് കാണിക്കാണ്ട് പറ്റത്തില്ലേ? ആ ഒരു 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 ഭക്തന്റെ കഥ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അല്ലേ? ഭഗവാൻ ഒരു സൂചിക്കൂടെ ആനയെ കയറ്റുന്ന കാര്യം, അത് ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഓർമ്മയുണ്ട്. അപ്പം ഭഗവാനെ കൊണ്ട് ചെയ്യാം. അതായത് നമ്മളുടെ ആ ഒരു ഭക്തിയുടെ ആ ഒരു ലെവൽ, അല്ലേ? ഒരു വലിയ പണ്ഡിതന് എന്താണ് കളിയാക്കി ചിരിച്ചു, അല്ലെ? നാരദരോട് എന്താണ് നാരദ മഹർഷിയോട് പറഞ്ഞത്? ഭഗവാൻ എന്താണ് ഒരു സൂചിക്കൂടെ ആനെ കയറ്റുന്നോ പറഞ്ഞ് ചിരിച്ചു. അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. പക്ഷെ ആ ചെരുപ്പ് കുത്തിയായിരുന്ന ആൾക്ക് എന്താണ്, ഭഗവാൻ എന്താണ്, ഇതല്ല, ഇതിലപ്പുറവും നടക്കും. ഈ ഒരു സൂചിയുടെ ആ ഒരു ദ്വാരത്തിൽ കൂടി ഒരു പ്രപഞ്ചത്തെ തന്നെ കയറ്റി വിടാനായിട്ട് ഭഗവാൻ നിരൂപിച്ചായി നടക്കും, അല്ലേ? അപ്പൊ ഭഗവാൻ എന്താണ്, അണുവായിട്ടിരിക്കാനും വിഭുവായിട്ടിരിക്കാനും സർവ്വം നിറഞ്ഞു നിൽക്കുന്ന രൂപമായിട്ടിരിക്കാനും എല്ലാം ഭഗവാൻ പറ്റും. അപ്പൊ ഈ ഭഗവാൻ എന്തുകൊണ്ടാണ് ഇവര് വിചാരിച്ചിരിക്കുന്നത് എന്താണോ, ഈ ഒരു ദീപത്തിൽ നിന്ന് മറ്റൊരു ദീപം തെളിക്കും. ആ ഒരു ശ്ലോകം ബ്രഹ്മസംഹിതയിലുണ്ടല്ലേ, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലേ? ഒരു ദീപത്തിൽ നിന്ന് മറ്റൊരു ദീപം തെളിക്കുമ്പോൾ, മറ്റനേകം ദീപങ്ങൾ തെളിക്കുമ്പോൾ ആദ്യത്തെ ദീപത്തിന്റെ പകിട്ടിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവില്ല. അവർ വിചാരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഭഗവാൻ പല അവതാരങ്ങളൊക്കെ എടുത്ത് ഭഗവാന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു. അതുകൊണ്ട് ഇതൊക്കെ വെറുതെയാണ്, ഗോവർദ്ധന പർവ്വതം എടുത്തെന്നുള്ളൊരു കഥയാണ്, സങ്കല്പമാണ്. അത് നിങ്ങളുടെ മനസ്സിനെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഒരാചാര്യൻ പറയുന്നത് കേട്ടാണ് ഞാൻ. അപ്പം
ഭഗവാൻ ഒരു ശക്തിയില്ല അല്ല. അപ്പൊ ശക്തി ഇല്ലാത്ത ആളെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അത് ഒരു ഭയങ്കര ഒരു തെറ്റിദ്ധാരണ ആൾക്കാരിലേക്ക് പരത്തും. അതുകൊണ്ടാണ് വ്യാസദേവനോട് നാരദമുനി പറഞ്ഞ്, നീ ഭഗവാനെ പറ്റി എഴുതൂ, അങ്ങനെയാണല്ലോ നിനക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ആ ഒരു തത്വം, അതായത് രണ്ട് അല്ലെ, ദ്വന്ദ്വം എന്ന് പറയാം അല്ലെ, പലതരത്തിലുള്ള ദ്വന്ദ്ങ്ങളുണ്ട് അല്ലെ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബലമുണ്ടാവതല്ല മമ, പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമാം. ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടു അല്ലെ, ഞാനെന്നും കണ്ടു, ഈ ശരീരം എന്നും കണ്ടു, അല്ലെങ്കിൽ ജീവാത്മാവെന്നും പരമാത്മാവെന്നും രണ്ടായിട്ട് കണ്ടു. അപ്പൊ ആ ഒരു ഇണ്ടൽ എനിക്ക് തീർത്താൽ തീരാതാണ്, ദുഃഖം എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകണം. പണ്ടെന്തായിരുന്നു? നമ്മൾ ഇതെല്ലാം ഭഗവാന്റെ ലോകത്തിലായിരുന്നു. അപ്പൊ അദ്വൈതികളായിട്ടുള്ള ആൾക്കാർ കാണുന്നത് എങ്ങനെയാണ്? പണ്ട് ഞാനും ഭഗവാനും ഒന്നായിരുന്നു. പക്ഷെ നമ്മൾ ശരിക്കും വിചാരിക്കേണ്ടത് എന്താണ്? നമ്മൾ ഭഗവാന്റെ അംശമാണ്, പക്ഷെ ഭഗവാന്റെ ലോകത്തിലായിരുന്നു, ആത്മീയ ലോകത്തിലായിരുന്നു, ഭഗവാന്റെ ഒപ്പം വസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ നമ്മൾ ഇതിനെ, ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അദ്വൈതികളായിട്ടുള്ള ആൾക്കാര്, മായാവാദികൾ, പണ്ട് ഞാനും ഭഗവാനും ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ശരീരവും ഞാനും ഒന്നാണ്, അതുപോലെ ഞാനും ഭഗവാനും ഒന്നാണ്, ഞാനും ഗോപകുമാർ പ്രഭു ഒന്നാണ്, ഞാനും മാതാജി, ഗീതാ മാതാജി, രതിദേവി മാതാജിക്ക് ഒന്നാണ്. ഇങ്ങനെ ഒന്നാൻ പറ്റും? മാതാജി, എന്തെങ്കിലും ഒരു സ്വഭാവ സവിശേഷത നമുക്ക് ഒരുപോലെ ഉണ്ടോ? പ്രായമുണ്ടോ, രൂപമുണ്ടോ, വർണ്ണമുണ്ടോ, എന്തേലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരിക്കലും ഒന്നല്ല. ഇവർ ഈ ഒന്നാണെന്ന് എങ്ങനെയാണ് ഇവർ ഈ തുല്യത പറയുന്നത് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ്? ഒന്നായ നിന്നേക രണ്ടെന്ന് കണ്ടു. അതായത് അതാണ് സാഖ്യം. സാഖ്യം എന്ന് പറഞ്ഞാൽ രണ്ടല്ല, രണ്ടായിട്ട് കണ്ടു, ശരീരവും ആത്മാവും. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിന് സാഖ്യശാസ്ത്രം എന്ന് പറയുന്നത്. ശരീരത്തെ പറ്റി, ആത്മാവിനെ പറ്റിയുള്ള പഠനമാണ് രണ്ടാം അധ്യായത്തിൽ. അപ്പൊ സാഖ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ ശ്രീലപ്രഭാതർ പറയുന്നത്. സാഖ്യം എന്ന വാക്കിനർത്ഥം ആത്മാവിനെ ശരീരത്തെ അപഗ്രഥിച്ച് വിവരിക്കുക. ഈ രണ്ടായിട്ടുള്ള കാര്യം രണ്ടെന്ന് കണ്ടു അളവിൽ ഉണ്ടായ ഒരു ഇണ്ടൽ ബദം ഉണ്ടാവതല്ല മമ, പണ്ടേ കണക്ക് വരുവാൻ. പണ്ടേ കണക്ക് എന്തായിരുന്നു? നമ്മള് മോക്ഷമായിരുന്നു, അല്ലെങ്കിൽ വൈകുണ്ഠ ലോകത്തിൽ, അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലായിരുന്നു. നമ്മൾ ആ പണ്ടേ കണക്ക് വരുവാനായിട്ട് നിന്റെ കൃപ തന്നെ ഉണ്ടാകണം, അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. പണ്ടേ കണക്കിന് എങ്ങനെ വരും? ഒരിക്കലും നടക്കുവോ പണ്ടേ കണക്കിന് വരാനായിട്ട്? നമ്മൾ ശ്രമിക്കണം. നമ്മള് ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ് എന്നുള്ളതാണ് നമ്മുടെ മിഷൻ. നമ്മളപ്പോ അതിന് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയാണല്ലേ പണ്ടേ കണക്കിന് വരുള്ളൂ. അപ്പൊ ഈ ദ്വന്ദ്വങ്ങളിൽ നിന്ന് നമ്മളെ കരകയറ്റണം. അതായത് ഞാന്, നീയ്, അതുപോലെ ഞാൻ എന്റെ പൊസിഷനെ പറ്റി ഞാനിങ്ങനെ ചിന്തിരിക്കുക. അതായത് നമ്മുടെ ശരീരത്തെ പറ്റി നമ്മൾ കൂടുതൽ ആകുലതരായി, ശരീരവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നമ്മൾ ഇങ്ങനെ അടിമപ്പെട്ട് കിടക്കുക. ശരീരമാകുമ്പോൾ ശരീരത്തിന് ഒരുപാട് ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്. ആ ഇന്ദ്രിയ വിഷയങ്ങൾ, അതായത് സ്ഥൂല ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇന്ദ്രിയ വിഷയങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ. നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. നമ്മളെ കണ്ണിനെ തൃപ്തിപ്പെടുത്താനും, ചെവിയെ തൃപ്തിപ്പെടുത്താനും, നാക്കിനെ തൃപ്തിപ്പെടുത്താനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്മളുടെ ആ ഒരു ജീവിതകാലം തന്നെ, നമുക്ക് ഈ മനുഷ്യജന്മം തന്ന എന്താണ്? ഭഗവാനെ മനസ്സിലാക്കി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ ഭയങ്കര കാരുണ്യം കൊണ്ട് ആണ് നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയത്. ഈ ജന്മത്തിലെങ്കിലും നീ എങ്ങനെയെങ്കിലും നന്നാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാന്റെ അടുക്കൽ അമ്മയുടെ ഗർഭത്തിൽ വെച്ചിട്ട് പ്രതിജ്ഞ ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് വന്നത് അല്ലെ. അത്രയും കഷ്ടതകൾ, യാതനകൾ അനുസരിച്ച്. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ആ വന്ന വഴി മറക്കുന്നത്? അപ്പൊ ആ നമ്മൾ വന്ന വഴി മറന്ന് പോകരുത് ഒരിക്കലും. നമ്മൾ എന്താണ് വന്ന വഴി? ആ ഭഗവാനിലേക്കുള്ള വഴിയാണ്. ഭഗവാനോട് ചെയ്ത പ്രതിജ്ഞ നമ്മൾ പൂർത്തിയാക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഭക്തിയുത സേവനം ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ ഇതിവിടെ പറയുന്ന അതീന്ദ്രിയ പ്രേമത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്കൊക്കെ, അഥവാ കൃഷ്ണാവബോധം ഉൾക്കൊള്ളുന്നവർക്ക് കൃഷ്ണന്റെ വിശേഷ അനുഗ്രഹത്താൽ ബുദ്ധിയോഗം പ്രാപ്യമാകുന്നു. അപ്പൊ കൃഷ്ണന്റെ നമ്മള് ഭക്തിയുത സേവനം ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഭഗവാൻ ബുദ്ധി തരത്തുള്ളൂ. ഒറ്റ മിനിറ്റ്. അപ്പം ഭഗവാൻ ബുദ്ധിയോഗത്തിൽ അഥവാ കർമ്മയോഗത്തിന്റെ പ്രവർത്തന പദ്ധതി, അതായത് ഭഗവാന്റെ സുഖത്തെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഭക്തിപരമായ സേവനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു.
ഓരോരുത്തരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവുമായി സമ്പർക്കം പുലർത്തിയാണ് ബുദ്ധിയോഗം എന്ന് 10-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട്. ഭക്തിപരിതമായ സേവനത്തിലൂടെ അല്ലാതെ അങ്ങനെ സമ്പർക്കം പുലർത്താനാവുന്നില്ല. അപ്പം ഈ ഇന്ദ്രിയങ്ങൾക്കും മുകളിലാണ് ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം, അല്ലെ? ഇന്ദ്രിയങ്ങളെക്കാളും മുകളിൽ, ഇന്ദ്രിയങ്ങൾക്ക് ഉപരിയായിട്ട് ആണ് ഈ ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം. നമ്മളപ്പോ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ അതീന്ദ്രിയ പ്രേമം അല്ലാതെ കൃഷ്ണപ്രേമം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ കണ്ടീഷൻ ഒന്നും ഇല്ലാത്ത ഭക്തി, അൺകണ്ടീഷണൽ പ്യുവർ ഡിവോഷണൽ ലവ് ടുവേഴ്സ് ദ ഗോഡ് ഹെഡ്. അപ്പൊ അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രാക്ടീസിൽ കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് വേണ്ടത്? അസോസിയേഷൻ. നമ്മളുടെ അസോസിയേഷൻ. ആരുടെ കൂടെയാണ് നമ്മൾ ഡെയിലി നിത്യം സമ്പർക്കം പുലർത്തുന്നത്, അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മെയിനായിട്ട് ഈ ഒരു കാര്യം ഉണ്ടാകുന്നത്. ആ അസോസിയേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു എന്താണ്, ഈ ഭഗവത്ഗീത, ഭാഗവതം എന്നൊക്കെയുള്ള പുസ്തകങ്ങൾ വായിക്കുക. പിന്നെ നമ്മൾ എന്താണ്, ഹരിനാമ ജപം. നമ്മൾ ഹരിനാമ ജപം എന്താണ്, ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഹരിനാമ ജപം ഭഗവാനിലേക്ക് എത്താതെ പോകുന്നത്? ഒരു 10 കാര്യങ്ങൾ നമ്മൾ മുമ്പ് വായിച്ചില്ലേ? ആ 10 നാമാപരാധങ്ങൾ. ഈ 10 നാമാപരാധങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നാമത്തിന്റെ ആ ഒരു പ്യൂരിറ്റി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമ്മൾ പല റെഡാർ ചാൻഡിങ് ചെയ്യുന്നു, മറ്റു പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ഒക്കെ ചെയ്യുന്നു. പിന്നെ എന്താണ്, ഈ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. നമ്മൾ ഈ പറയുന്ന നാമജപത്തിന്റെ ഇതുകൊണ്ട് നമുക്ക് ഇന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടെയാണ് പലരും ചെയ്യുന്നത്, അല്ലെ? പിന്നെ ചില വൈഷ്ണവരെയെല്ലാം നമ്മൾ കുറ്റം പറയുന്നു, ഭഗവാന്റെ ഭക്തരെയൊക്കെ. അപ്പൊ ഈ നാമജപവും എന്താണ്, അതിന്റെ ഫലവും ചോർന്നു പോകുന്നു. അത് പ്യുവർ ഡിവോഷണലായി മാറുന്നില്ല. അതിന് മുഴുവൻ ഇംപ്യൂരിറ്റീസ് ആണ്, അല്ലേ? പിന്നെ അടുത്ത് എന്താണ്, കൃഷ്ണപ്രസാദം കഴിക്കുക. അപ്പൊ നമ്മളുടെ കൃഷ്ണപ്രസാദം കഴിക്കുമ്പോൾ നമ്മളുടെ എന്താണ്, നാവിനെയും നമ്മളുടെ ശരീരത്തെയും അതും കൊണ്ടുണ്ടാകുന്ന രക്തം നമ്മുടെ ശരീരത്തിലെ എല്ലാ നാഡീഞരമ്പുകളിലും സ്ഥാപിക്കുന്ന നമ്മുടെ തലച്ചോറിനെ, ഇന്ദ്രിയത്തെ എല്ലാം അത് പരിശുദ്ധമാക്കുന്നു. അപ്പം പിന്നെ എന്താണ്, നമ്മളുടെ പെരുമാറ്റം, ലാളിത്യം, മറ്റൊരാൾ പെരുമാറുന്നത്, മറ്റൊരാൾക്ക് അവസരം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു വൈഷ്ണവന്റെ ആഭരണം എന്ന് പറയുന്നത് അവന്റെ ലാളിത്യം, അവന്റെ വിനയം, അതുപോലെ തന്നെ അവന്റെ എന്താണ്, സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വൈഷ്ണവനാണെന്ന് മനസ്സിലാകണമെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക, അല്ലേ? നമ്മൾ മറ്റൊരാൾക്ക് അവസരം കൊടുക്കുക, മറ്റൊരാളെ സഹായിക്കുക, ഭഗവാന്റെ ഭക്തനാക്കി മാറ്റുക. അങ്ങനെ വിട്ടുവീഴ്ചകളിലൂടെയാണ് നമ്മളൊരു വൈഷ്ണവന്റെ ഒരു ആഭരണം എന്ന് പറയുന്നത് വൈഷ്ണവ സദാചാരം തന്നെയാണ്. അത് നമ്മൾ കുറച്ച് ഷോ കാണിച്ചിട്ട് കാര്യമില്ല, കുറെ പെയിന്റ് അടിച്ചിട്ട്, കുറെ തിലകവും തൊട്ട്, നമ്മൾ ഈ ഖണ്ഡിമാല ഇട്ടിട്ട് ഇത് അടിച്ചിട്ട് ശരിക്കും നമ്മൾ അങ്ങനെ ആകണം. ശരിക്കും അങ്ങനെ ആയിട്ടില്ല എങ്കിൽ അത് വൈഷ്ണവനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ പേരെഴുതി ഞാൻ ഇന്ന വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ ഒട്ടിച്ച് നടന്ന് കുറെ ആംഗ്യവും കാണിച്ചിട്ട് കുറെ ഡ്രസ്സ് ഇട്ട് നടന്ന് കുർത്തയും ധോത്തി ഇട്ടിട്ട് കാര്യമില്ല. ശരിക്കും നമ്മൾ അങ്ങനെ ആചരിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ മനസ്സുകൊണ്ട് പൂർണ്ണം, പിന്നെ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ആയിരിക്കരുത്. പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഭക്തിയിലേക്ക് ഒരാൾ നിർബന്ധിച്ചിട്ടോ, അല്ലെങ്കിൽ ഈ പ്രഭുജി പറഞ്ഞു, അല്ലെങ്കിൽ മാതാജി പറഞ്ഞു, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, അതല്ല, പൂർണ്ണമായിട്ട് നമ്മളുടെ മനസ്സിന് തോന്നിയിട്ട് വേണം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഉള്ളൂ എന്താണ്, അതീന്ദ്രിയ പ്രേമഭക്തി ഭഗവാൻ തരുള്ളൂ. നമ്മൾ ഈ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന ഭഗവാൻ അവസാനം തോന്നും, ഇപ്പം കുറെ നാൾ കഷ്ടപ്പെട്ടല്ലേ, ഇനി ഞാൻ കുറച്ച് ഭക്തി കൊടുത്തേക്കാമെന്ന് വിചാരിക്കും, അല്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കൃഷ്ണപ്രേമത്തിലേക്ക് എത്തുന്നത്. കൃഷ്ണപ്രേമത്തിന്റെ സ്റ്റേജസ് ഒക്കെ ഒരുപാടാണ്. പക്ഷെ അതൊന്നും നമ്മൾ പറയാനായിട്ടുള്ള, അത് PhD ലെവലാണ് കൃഷ്ണപ്രേമം എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിച്ചേരാൻ ആ സർവകലാശാലയുടെ അതിലേക്ക് ചെല്ലാനായിട്ട് നമ്മൾ LKG പോലും ആയിട്ടില്ല. ഇപ്പോൾ കൃഷ്ണപ്രേമമാകുന്ന ആ സർവകലാശാല ഏത് ലെവലിലാണ് നിൽക്കുന്നത്? LKGയുടെ പടിയുടെ താഴെയാണ് നിൽക്കുന്നത്. ഇപ്പൊ എന്താണ്, ഇവിടെ നമ്മുടെ ജ്ഞാനാംബിക മാതാജി അങ്ങനെ ആരൊക്കെയുള്ളൂ ആ LKGയിലൊക്കെ പടി വരെ എത്തിയുള്ളൂ. ഞാൻ അതിന്റെ തൊട്ട് താഴെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ എന്താണ്, പിന്നെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ വേറെ? ഷിബി മാതാജി, അല്ലേ? ഷിബി മാതാജി ഗുരുവാസര എടുത്തെന്ന് തോന്നുന്നു, അല്ലേ? ഗുരുവാസര എടുത്തില്ലേ? എടുത്തിട്ടുണ്ട് പ്രഭുജി. മാതാജി വർഷങ്ങൾക്ക് മുൻപ് എടുത്താണ്. അപ്പൊ ഈ കൃഷ്ണപ്രേമമാകുന്ന ആ ഒരു കൊടുമുടിയിലെ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, അതിന്റെ ഏറ്റവും താഴ്ന്ന സ്റ്റാൻഡേർഡിലെ ആ ഒരു പടി വരെ എത്തി നിൽക്കുകയാണ്. അതിന്റെ മുകളിലേക്ക് കയറാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ അത് എത്രമാത്രം വലിയൊരു കടമ്പയാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. ഈ കടമ്പ നമുക്ക് ഒരു എലിവേറ്ററെ കയറി പോകാം. നമുക്ക് 100 സ്റ്റെപ്പ് കയറാതെ എലിവേറ്ററെ കയറിയാണ്
നമ്മൾ കൃഷ്ണാബോധത്തിലുള്ളവർ പോകുന്നത്. നമ്മൾ വളരെ ബുദ്ധിയുള്ള ആൾക്കാരെ ഇതിൽ വരുള്ളൂ എന്നാണ് പറയുന്നത്. കാര്യം ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് എത്രയും അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ എന്താണ് നമ്മൾ സാങ്കേ ശാസ്ത്രത്തെ പറ്റി പറഞ്ഞു. അപ്പൊ കൃഷ്ണന്റെ സിദ്ധാന്തവും ഭാഗവതത്തിൽ വിവരിച്ചിട്ടുള്ള കപിലദേവന്റെ സാങ്കേ സിദ്ധാന്തവും ഒന്ന് തന്നെയാണ്. അപ്പൊ സാങ്ക്യ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കപിലദേവനാണ്. ആരാണ് കപിലദേവൻ? ഭഗവാൻ ഭഗവാന്റെ ഭഗവാൻ അവതാരം. ഭഗവാന്റെ അവതാരം ദേവഹൂതി ദേവഹൂതിയുടെ മകനാണ്. ദേവഹൂതിയുടെ കശ്യപ പ്രജാപതി കശ്യപ കർദമ പ്രജാപതി പ്രജാപതിക്ക് ദേവഹൂതിയിലുണ്ടായ മകനാണ് കപിലദേവൻ. ഭഗവാൻ കപിലദേവനായിട്ട് അവതരിച്ചു. നമ്മളെ നാട്ടിൽ കേട്ടിരിക്കുന്ന അവതാരങ്ങൾ മത്സ്യം, കൂർമ്മ, വരാഹം എന്നിങ്ങനെയാണ്. അപ്പം ഈ കപിലദേവനും എന്താണ് ഈ സാങ്ക്യശാസ്ത്രം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കപിലദേവൻ അവതരിച്ചത്. ഭഗവാൻ കപിലദേവനായിട്ട് കർദമ പ്രജാപതിക്ക് ദേവഹൂതിയിലുണ്ടായ മകനാണ് ഭഗവാൻ കപിലദേവനായിട്ട് അവതരിച്ചു. അപ്പൊ അങ്ങനെ ആ സാങ്ക്യ സിദ്ധാന്തം അത് തന്നെയാണ് നമ്മൾ ഈ 2-ാം അധ്യായത്തിൽ പറയുന്നത്, സാങ്ക്യ സിദ്ധാന്തവും. അപ്പൊ കൃഷ്ണാവബോധത്തിൽ മുഴുകി ഭക്തിനിർഭരമായ സേവനത്തിൽ പൂർണ്ണമായ ആനന്ദത്തോടും വിജ്ഞാനത്തോടും കൂടി പ്രവർത്തിക്കലാണ് ബുദ്ധിയോഗം എന്ന് മനസ്സിലാകാം. ബുദ്ധിയോഗ സിദ്ധാന്തം അനുസരിച്ചിട്ട് ഭഗവാന്റെ സംതൃപ്തിക്കായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആ തൊഴിൽ മാത്രം എത്രമാത്രം ക്ലേശകരമായിരുന്നാലും ദിവ്യമായ ആനന്ദം അനുഭവപ്പെടും. നമ്മൾ എത്ര ക്ലേശകരമായിട്ടാണെങ്കിലും ഭഗവാന് വേണ്ടി ഒരു ഭക്തിയുത സേവനം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ആനന്ദം അനുഭവപ്പെടും. കാര്യം ഭഗവാൻ അതിനുള്ള ഒരു ബുദ്ധിയും ജ്ഞാനവും ഒക്കെ നമുക്ക് തരും. നമ്മൾ വളരെ ക്ലേശപ്പെട്ടാണ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ബംഗ്ലാവിൽ താമസിക്കുന്ന ഒരാള് ഒരു ഡിവോഷണൽ സർവീസ് ചെയ്യുക. കാര്യം അയാൾക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, ഒരുപാട് പൂക്കൾ വാങ്ങിക്കാം, വേണമെങ്കിൽ ഭഗവാനെ ഡെക്കറേറ്റ് ചെയ്യാം, സ്വർണം കൊണ്ട് അലങ്കരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അല്ലേ. പക്ഷെ ഭഗവാൻ അതിലൊന്നും വലിയ തൃപ്തനാകത്തില്ല അല്ലേ. കാരണം എന്താ? അയാൾ ചെയ്യുന്ന ഡിവോഷണൽ സർവീസ് ആണ്. പക്ഷെ ഒന്നുമില്ലാത്ത ഒരു കുടിലിരിക്കുന്ന ഒരാൾ അതിൻ്റെ അകത്ത് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് എന്താണ് ഭഗവാന്റെ ഒരു ചെറിയ രൂപവും വെച്ചിട്ട് അയാള് ഭഗവാനെ സർവീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവന് കിട്ടുന്ന എന്താണെങ്കിലും അത് ഭഗവാന് സമർപ്പിച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ ഭഗവാന് വേണ്ടിയിട്ട് എപ്പോഴും സ്മരിക്കുക, അല്ലെങ്കിൽ നോക്കുക, എന്ത് ചെയ്യുന്നതിന് മുൻപ് ഭഗവാനെ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ തൊഴുക, ഇതൊക്കെ ചെയ്യുക ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും. അപ്പം ഈ സമ്പന്നനായ ആള് ചെയ്യുന്നതാണോ ദരിദ്രനായ ആള് ചെയ്യുന്നതാണോ ഭഗവാൻ നോക്കുന്നത്? ഭഗവാൻ നോക്കുന്നത് എന്താണ്? ഈ ദരിദ്രനായ ആളാണ്. കാര്യം ആ ഒരു പ്രതിസന്ധിയിലും പ്രശ്നത്തിലും എന്താണ്, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, എനിക്കിത് അപ്രാപ്യമാണ്, അല്ലെങ്കിൽ ഞാൻ കുറേ സമയം കഴിഞ്ഞ് ഞാൻ എപ്പോഴേലും ചെയ്തോളാം എന്ന് വിചാരിക്കാതെ ഇത് ആണ് റൈറ്റ് ടൈം, എൻ്റെ ഏത് സാഹചര്യത്തിലും എത്ര കുറഞ്ഞ സൗകര്യം ആയിക്കോട്ടെ ഞാൻ അവിടെ എനിക്ക് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ച് നമ്മളുടെ സാഹചര്യത്തിലും എത്ര കഠിനമായ സാഹചര്യത്തിൽ, ഇപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ വീട്ടിൽ എതിർപ്പായിരിക്കും, ചില മാതാജിമാരുടെ പ്രഭുക്കന്മാരൊക്കെ എതിർപ്പായിരിക്കും, ഇതൊന്നും വേണ്ട, ഇത് കാണിക്കുന്ന കുറെ ഗോഷ്ഠിയാണ്, കോപ്രായമാണെന്നൊക്കെ. പക്ഷെ ആ എതിർപ്പിനിടയിലും നമ്മൾ എന്താണ് ഭഗവാനോടുള്ള പ്യുവർ ഡിവോഷണൽ സർവീസിന്റെ അതിൽ നമ്മളുടെ സൗകര്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ കാണാതെ ഒളിച്ചും പാത്തും അങ്ങനെ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളത് ഭഗവാൻ പ്രത്യേകമായിട്ട് കാണും. കാര്യം ആ ഒരു എത്ര സാഹചര്യം നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് സർവീസ് ചെയ്തെങ്കിൽ അത് തീർച്ചയായിട്ടും ഭഗവാൻ കാണാതിരിക്കത്തില്ല. അങ്ങനെയുള്ള അവരെയാണ് ഭഗവാൻ പ്രത്യേക ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകത്തിൽ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ ഭഗവാന് പ്രത്യേക താല്പര്യമാണെന്ന്. അപ്പൊ ആ ഒരു പ്രത്യേക താല്പര്യത്തിന് വേണ്ടി നമ്മൾ ഈ സാഹചര്യം എനിക്ക് അനുകൂലമല്ല, അവരെന്തെങ്കിലും നന്നാകട്ടെ, അതിനുശേഷം ഞാൻ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞ് പോകുന്ന മഠയന്മാരാണ്. കാര്യം അവരെന്താണ്, അവര് തന്നെ പക്വത ആയിട്ടില്ല, അവർക്ക് തന്നെ ആ ഒരു ഇത് മനസ്സുകൊണ്ട് ഇതുവരെ മറ്റുള്ളവരെ പഴിചാരിയിട്ട് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു അടവ് നയമാണ് അവർ ഉപയോഗിക്കുന്നത്. കാര്യം അവർക്ക് ഇതുവരെ എന്താണ് ഇതൊന്നും ഉപേക്ഷിക്കാനോ പല കാര്യങ്ങളിൽ ഉള്ള ആ ഒരു പരിപക്വമാകാനായിട്ട് സാധിക്കാത്തതിന് മറ്റൊരാളെ പഴിചാരുന്ന ആ ഒരു സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൻപുറത്ത് വരുന്ന ഒരു നടപടിയാണിത്. പക്ഷെ നമ്മൾക്ക് ഏത് സാഹചര്യത്തിലും ഏത് രാജ്യത്തായിരുന്നാലും ഏത് സാഹചര്യത്തിലും നമുക്ക് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അത് പറ്റുമെന്നുള്ള ആ ഒരു ശ്ലോകമാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഏത് സാഹചര്യത്തിൽ എവിടെയായിരുന്നാലും എന്തായാലും അടുത്ത ശ്ലോകം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പല സമയത്തും പല ആചാര്യന്മാരും എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു ശ്ലോകമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. പലപ്പോഴും കോട്ട് ചെയ്തു, പക്ഷെ ഇതാണെന്ന് അറിഞ്ഞില്ല. ഈ ശ്ലോകം നിങ്ങൾ കാണാതെ പഠിക്കണം, ബൈ ഹാർട്ടായിട്ട് എല്ലാവരും പഠിക്കണം. കാര്യം ആധികാരികമായിട്ടുള്ള ഒരു ശ്ലോകമാണത്.
പറഞ്ഞാട്ടെ. അപ്പൊ ആ ശ്ലോകം 40-ാമത്തെ ശ്ലോകം നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമൽപസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. എന്താണ്? നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമൽപസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൻ. അപ്പം ഈ ശ്ലോകം അടുത്ത ദിവസം വരുമ്പോൾ എല്ലാവരും ഒന്ന് പഠിച്ചുകൊണ്ട് വരണം. കാര്യം വളരെ എളുപ്പമാണ്. ഈ 2 ലൈന് നമ്മൾ കുറേ ശ്ലോകങ്ങൾ കാണാതെ ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് ഞാൻ ഓരോ അതിൻ്റെതായ ശ്ലോകങ്ങൾ വരുമ്പോൾ പറയാം. വാസാംസി ജീർണാനി എന്നുള്ള ശ്ലോകം നമ്മൾ നേരത്തെ മുമ്പേ കണ്ടത് 2-ാം അധ്യായത്തിലെ ഒന്ന് കാണാതെ പഠിക്കേണ്ട ശ്ലോകമായിരുന്നു. ഇത് നേഹാഭിക്രമ നാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപമൽപസ്യ ധർമ്മസ്യ. എനിക്കടക്കം എല്ലാവർക്കും കാണാതെ അറിയാവുന്നില്ല 2-ാമത്തെ ലൈനാ. സ്വൽപമൽപസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയം. എന്താണ്? സ്വൽപ്പം അല്പമെങ്കിലും നീ ചെയ്യൂ എനിക്ക് വേണ്ടിയിട്ട്. നിന്നെ മഹാവിപത്തുകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തും. ഭഗവാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. നീ സ്വൽപ്പം അല്പമെങ്കിലും ചെയ്യൂ എനിക്ക് വേണ്ടിയിട്ട്. അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പറ്റുന്നുണ്ട്? സ്വല്പം അല്പമെങ്കിലും ഭഗവാൻ ദേ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിന്നെ മഹാവിപത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെടുത്താൻ പോകുന്നത്. അല്ലേ? നമ്മൾ എത്ര പേരുടെ കാര്യം കണ്ടു അല്ലേ? അജാമിളൻ അല്ലേ? അത് അജാമിളൻ എന്താണ് സംഭവിച്ചത്? അജ്ഞാത സുകൃതി അല്ലേ? ഒരു പുത്രന് 10 പുത്രന്മാരിൽ ഏറ്റവും ഇളയ മകന് നാരായണൻ എന്നുള്ള പേരിട്ടത് മാത്രമേ ഉള്ളൂ അജാമിളൻ ചെയ്ത നല്ല കാര്യം. അപ്പൊ എന്ത് ചെയ്തു ഭഗവാൻ? എന്ത് ചെയ്തു? അവസാന സമയത്ത് മകനെ വിളിച്ചപ്പോൾ ഭഗവാൻ തെറ്റിദ്ധരിച്ച് എന്ത് വിചാരിച്ചു? ഭഗവാനെ വിളിച്ചെന്ന് വെച്ചിട്ട് വിഷ്ണു പാർഷദന്മാരെ അയച്ചു. ഭഗവാൻ തെറ്റിദ്ധരിച്ചൊന്നുമല്ല, ശരിയായിട്ടാണ് ധരിച്ചത്. നമ്മൾ കാവ്യഭാഷയിൽ പറയുമ്പോൾ അങ്ങനെ പറയുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ പോലും എന്താണ് ആ നാരായണൻ എന്നുള്ള വിളിയില് ഭഗവാൻ എന്ത് ചെയ്തു? അവൻ അത്രയും നാൾ ചെയ്ത എല്ലാ പാപങ്ങളും എന്ത് ചെയ്തു? കണ്ണടച്ച് വിട്ടു അല്ലേ? യമദൂതന്മാർ അവിടെ കൊണ്ടുപോയിട്ട് വന്ന് നിൽക്കുക. യമദൂതന്മാരെ ആട്ടി ഓടിച്ചു, നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക്. അവൻ നാരായണൻ വിളിച്ചു. അപ്പൊ അവൻ കുറ്റം ചെയ്തല്ലേ, അവന് ശിക്ഷ അനുഭവിക്കണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അതെല്ലാം ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു. ആരെ? വിഷ്ണുദൂതന്മാരോ എന്ന് പറയാണ്. അവന് എന്താണ്? നാരായണ എന്നുള്ള നാമം ജപിച്ചുകൊണ്ട് ബാക്കി അവൻ ഇത്രയും നാൾ ചെയ്ത പാപമെല്ലാം എന്താണ്? തീർന്നു കഴിഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് സ്വല്പം അല്പം എങ്കിലും നിങ്ങൾ ഭഗവാന് വേണ്ടിയിട്ടുള്ള ഭക്തിയുത സേവനം ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. വിവരത്തിന് ആദ്യം വായിക്കാം. ഇഹ ഇതിൽ അഭിക്രമനാശ ഉദ്യമത്തിന്റെ നഷ്ടം ന അസ്ഥി സംഭവിക്കുന്നില്ല. പ്രത്യവായ ന്യൂനത ന വിദ്യത ഉണ്ടാകുന്നില്ല. അസ്യ ധർമ്മസ്യ ഈ ധർമ്മത്തിന്റെ സ്വല്പമപി വളരെ കുറച്ചായാൽ പോലും മഹത്തായ ഭയാത് ഭയത്തിൽ നിന്ന് ത്രായതയെ രക്ഷിക്കുന്നു. അപ്പം ഇതിന്റെ വിവർത്തനം, നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിലില്ല. ഈ വഴിക്കുള്ള ചെറിയ ഒരു മുന്നേറ്റം പോലും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നു. നമ്മൾ ലാഭമോ നഷ്ടമോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ഭക്തിയുത സേവനത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് അല്ലേ? എനിക്ക് ഈ കൃഷ്ണാപുരത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവും, എനിക്ക് ആരെങ്കിലും പിടിച്ച് കുറച്ച് പൈസ തരും, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കഷ്ടപ്പാടുകൾ മാറും. ആ ഒരു രീതി ആയിരിക്കരുത്. ആ ഒരു കാര്യമേ മനസ്സിലായി. നഷ്ടമോ ലാഭമോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ്? ഈ വഴിക്കുള്ള ഒരു ചെറിയ മുന്നേറ്റം പോലും മഹാവിപത്തിൽ നിന്ന് നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തും. എന്താണ് മഹാവിപത്ത് നമുക്ക് വരാനിരിക്കുന്നത്? ഏറ്റവും വലിയ വിപത്ത് ഏതാ? മരണം. ഏറ്റവും വലിയ വിപത്താണ് മരണം. കാര്യം മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണോ? ഈ പഞ്ചപ്രാണന്റെ കൂടെയൊക്കെ എങ്ങനെയാണ്? ആത്മാവിങ്ങനെ അങ്ങ് സുഖിച്ചങ്ങ് ആ ഒരു രീതിയിൽ അങ്ങ് ഇരിക്കുവാണ് അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവും? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എത്ര ബുദ്ധിമുട്ടായിരിക്കും? 10,000 തേള് കടിക്കുന്ന വേദനയായിരിക്കും ഈ ആത്മാവിനെ ഇവിടുന്ന് പറിച്ചെറിഞ്ഞ് പുറത്തേക്ക് ഇറന്നും കളയാണ്ട്. അപ്പൊ ആ വേദന സഹിക്കണ്ടേ? നമ്മൾ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയിൽ നമ്മളെ ഭക്തിയുത സേവനം പ്രാക്ടീസ് ചെയ്യുവാണെന്നെങ്കിൽ ഭഗവാൻ നമ്മളെ രക്ഷപ്പെടുത്തും. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയിൽ. അപ്പൊ അത് എങ്ങനെയാ ഉറുമ്പ് കടിക്കുന്ന വേദനയിൽ നമുക്ക് നമ്മളുടെ ജീവനെ പുറത്തുവിടാൻ സാധിക്കും? എന്ന് വെച്ചാൽ നമ്മൾ ആത്മഹത്യ ചെയ്യാന്നല്ല എൻ്റെ അർത്ഥം. അത് എപ്പം വേണമെങ്കിലും ഈ സമയം പറഞ്ഞു കഴിഞ്ഞാൽ പോലും, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മളുടെ ജീവൻ ഒരു പക്ഷെ പോകാം. നമുക്കറിയത്തില്ലായിരുന്നു. പരീക്ഷത്തിന് പക്ഷെ 7 ദിവസം ക്ലിയർ ആയിട്ട് ആയുസ്സുണ്ടായിരുന്നു പരീക്ഷത്തിന്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയില്ല അല്ലേ എപ്പോഴാണ് നമ്മളുടെ ജീവൻ പോകുന്നത്. അപ്പം ഏത് സാഹചര്യത്തിൽ എപ്പം വേണമെങ്കിലും ജീവൻ പൊക്കോട്ടെ. എനിക്ക് ഈ വേദന ഒന്നും സഹിക്കാനായിട്ട് പറ്റില്ല. കാര്യം കുറേ വേദനകൾ സഹിച്ചു, ഇവിടം വരെ എത്തി. എത്ര ജന്മങ്ങൾ എടുത്തു, അമ്മയുടെ വയറ്റിൽ വെച്ചിട്ട് എത്ര കഷ്ടപ്പാടെടുത്തു അല്ലേ? പക്ഷേ ഇനി എൻ്റെ പരമമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ
ഭഗവാനിൽ എത്തുകയാണ്, ആ ഭഗവാന്റെ സ്നേഹം കിട്ടുകയാണ്. ഭഗവാൻ നമ്മളെ ഇങ്ങോട്ട് നോക്കണം അല്ലേ? നമ്മളെപ്പോഴും എൻ്റെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റേതാകണം നമ്മൾ. നമ്മൾ ഭഗവാന്റേതാകുന്നത് എങ്ങനെയാണ്? എൻ്റെ ഭഗവാന് പകരം എൻ്റെ കൃഷ്ണ എന്ന് പറയുന്ന പകരം കൃഷ്ണന്റെ ഞാൻ എങ്ങനെ ആകാൻ പറ്റും? എങ്ങനെ കൃഷ്ണന്റെ ഞാനാകാൻ പറ്റും എൻ്റെ കൃഷ്ണന് പകരം? എന്ത് രതിദേവി മാതാജി? അവിടുത്തെ ദാസനാണെന്ന് വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ ഭക്തിയുത സേവനം പ്രാക്ടീസ് ചെയ്താൽ മതി. ഡിവോഷണൽ സർവീസ് പ്രാക്ടീസ് ചെയ്യാം. ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരും. ആ നമ്മള് ഭഗവാന്റേതാകണമെങ്കിൽ, ഭഗവാൻ നമ്മളെ നോക്കണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് ക്വാളിറ്റി ഒക്കെ വേണം അല്ലേ? നമ്മളിപ്പോ ഈ സത്സംഗത്തിൽ ഞാൻ വഴക്ക് പറയുന്നു എന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കയറിയില്ല എന്ന് ഞാൻ ചോദിക്കും എന്ന് എന്നെ തൃപ്തിപ്പെടുത്താൻ വരുന്നതിന് പകരം നമ്മൾ സ്വയമേ ഒരു താല്പര്യം ഉണ്ടാക്കിയിട്ട് അതിൽ കയറാൻ ശ്രമിക്കണം അല്ലേ? ആദ്യമൊക്കെ നമ്മളെല്ലാവരും ഇങ്ങനെയാണ് വരുന്നത്, ആരെങ്കിലും ബോധ്യപ്പെടുത്താനൊക്കെ. അത് കഴിഞ്ഞിട്ട് സ്വമേധയാ നമ്മളൊരു താല്പര്യം ഉണ്ടാകണം അല്ലേ? ഈ ഒരു സമയത്ത് സത്സംഗം ഉണ്ട്, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഭഗവാന്റേതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഏത് സാഹചര്യങ്ങളെയും ഞാൻ അതിജീവിച്ചിട്ട് എനിക്കൊന്ന് എണീറ്റ് തല നേരെ പൊങ്ങിയിരിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്ലാസ്സിൽ കയറിയിരിക്കും എന്നുള്ള ആ ഒരു ഇത്. അതുപോലെ തന്നെ ഞാൻ നാമം ജപിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്, കട്ടിലേക്ക് കിടക്കുവാണ്, എനിക്ക് അനങ്ങാൻ വയ്യ. എന്നിരുന്നാൽ തന്നെ ഞാൻ ക്ലിക്കറിലാണെങ്കിലും ഒരു റൗണ്ടെങ്കിലും ഞാൻ ജപിച്ചിരിക്കും, ഭഗവാന്റെ നാമം ഞാൻ പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് നാമാപരാധങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ടല്ലേ? ഞാൻ ഒരു 4 റൗണ്ട് എങ്കിലും അപരാധം ഇല്ലാതെ നാമം ചെയ്യും. ബാക്കിയുള്ളത് റെഡാർ ചാൻഡിങ് ആയിക്കോട്ടെ, സാരമില്ല. ഭഗവാൻ എനിക്ക് 16 റൗണ്ടും നാമാപരാധം ഇല്ലാതെ ജപിക്കാനുള്ള അനുഗ്രഹം തരട്ടെ. പക്ഷേ 4 എണ്ണമെങ്കിലും മിനിമം ഞാൻ അപരാധരഹിതമായിട്ട് ജപിക്കാൻ ഞാൻ ശ്രമിക്കും. അടുത്ത ദിവസം എന്ത് ചെയ്യും? ഭഗവാൻ അത് 5 ആക്കി തരും, പിന്നെ 6 ആക്കി തരും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഡിസിഷൻ, ഈ ഒരു തീരുമാനം ഇതാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? വലിയ മഹാവിപത്ത് അല്ലെങ്കിൽ മരണം പോലെയുള്ള മഹാവിപത്ത് വരാനായിട്ടിരിക്കുകയാണ്. ആ വിപത്തിൽ നിന്ന് ഭഗവാൻ എത്ര ഈസി ആയിട്ട് നമ്മളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ടാണ് ഈ ശ്ലോകം പല ആചാര്യന്മാരും കോട്ട് ചെയ്യുന്നതാണ്. അല്പമെങ്കിലും നീ ചെയ്യൂ, നീ ഭഗവാന്റെ സേവനത്തിന് മുതിരൂ, ഡിവോഷണൽ സർവീസ് ചെയ്യൂ. നീ ചെയ്യുന്നത് എന്താണ്? ഒരിക്കലും അതൊരു നഷ്ടമോ ലാഭമോ നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. ഭഗവാൻ എന്താണ് നിനക്ക് എന്താ പറഞ്ഞത്? അൺകണ്ടീഷണൽ ലവ് ആണ് നമുക്ക് തരുന്നത് അല്ലേ? ഭഗവാന്റെ ആ ഒരു സ്നേഹത്തിന് അതിരുകളില്ലാത്ത സ്നേഹ. പക്ഷെ നമ്മൾ വെക്കുന്ന എന്താണ്? കണ്ടീഷണൽ ആയിട്ടാണ് വെക്കുന്നത് അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നീ അത് ചെയ്തു തരുവാണെങ്കിൽ ഞാൻ നിനക്ക് ഇന്നത് കൊണ്ടൊരു തുലാഭാരം ചെയ്യാം, നീ ഇന്നത് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇന്ന വഴിപാട് കഴിച്ചാൽ, അല്ലെ ഞാൻ അവിടെ ഒരു ഗോപുരം പണിതാൽ ഞാൻ എൻ്റെ പേര് അവിടെ ഒട്ടിക്കും. ഇത് ഗോപകുമാർ ഇന്ന വീട്ടിൽ വക, ഗോപകുമാർ പിള്ള വക. ഈ ഒരു ബോർഡ് വെക്കാമെങ്കിൽ ഞാൻ ഈ ശ്രീകോവിൽ പണിത് തരാം അല്ലേ? അപ്പൊ നമ്മളൊക്കെ വെക്കുന്ന എന്താണ്? ഒരു കണ്ടീഷനാണ്. എൻ്റെ പേര് അവിടെ വെക്കുക, നോട്ടീസിൽ എൻ്റെ പേര് അടിച്ചു തരാം, ഞാനാണ് ഇന്നത്തെ അന്നദാനം. അത് പേരടിച്ചു വന്നാൽ ഞാൻ വെക്കാം. 5000-ന് പകരം ഞാനൊരു 15,000 അങ്ങ് തന്നേക്കാം. എൻ്റെ പേര് വലിയ അക്ഷരത്തിൽ എഴുതി ബോൾഡായിട്ട് കാണണം, ഇന്ന വീട്ടിലെ ഗോപകുമാർ വക എന്ന് പറഞ്ഞല്ലേ. പിന്നെ അവിടെ തൊഴാൻ വരുന്നവരൊക്കെ ഇങ്ങനെ ദേവനെയോ ദേവിയോ തൊഴുന്ന സമയത്ത് ഗോപകുമാർ വക ശ്രീകോവിൽ പണിതിരിക്കുന്നു. അപ്പം എല്ലാവരും എൻ്റെ പേര് കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു ദാസനാണേ പ്രഭു, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ അതാണ് ഭഗവാൻ പഠിച്ചിറങ്ങി നോക്കിയപ്പോ ഒന്നും ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു അങ്ങനെ അല്ലാന്ന് എനിക്കറിയാം, ഞാൻ എന്റെ കാര്യം പറഞ്ഞാണ് പ്രഭു. എനിക്ക് പറയാൻ പറ്റും ഞാനാണ് ഇങ്ങനെ ചെയ്തതെന്ന്. എടുക്കണം, അതെന്റെ കടമയല്ലേ, സന്തോഷത്തോടെ എടുക്കണമല്ലോ. ഹരേ കൃഷ്ണ. സന്തോഷത്തോടെ എനിക്ക് എടുക്കണമല്ലോ കാര്യം പോലെ. അപ്പൊ ഹരേ കൃഷ്ണ. അപ്പം എന്താണ് നമ്മളുടെ ആ ഒരു നമുക്കൊരു പേര് കിട്ടാൻ വേണ്ടിയിട്ട് ആയിരിക്കരുത് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു വരുമ്പോൾ ആണ് അതിനൊക്കെ എന്താണ് കർമ്മമുണ്ട് ഭയങ്കരമായിട്ട് അല്ലേ? അതിനെല്ലാം നമ്മൾ കർമ്മത്തിന്റെ ആ ഒരു കർമ്മമീമാംസയിൽ കൂടെ കയറി പോകേണ്ടി വരും. പക്ഷെ ഇതുപോലെ ലാഭമോ നഷ്ടമോ ഇല്ലാതെ ഈ പറയുന്ന അല്പമെങ്കിലും നമുക്ക് ഈ ഭക്തിയുത സേവനം പ്രാക്ടീസ് ചെയ്താൽ എന്താണ് കുഴപ്പം? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഭാവാർത്ഥം നോക്കാം. ഭാവാർത്ഥം വായിക്കേണ്ടത് ഇനി അപർണ മാതാജി, വിദ്യാ മാതാജി ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സവിതാ മാതാജി? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു, ഞാൻ ശ്ലോകം വായിച്ചോട്ടെ, കാരണം ബുക്ക് എന്റെ കയ്യിലില്ല.
മാതാജി ശ്ലോകം വായിച്ചോ. നേഹാഭിക്രമനാശോ അസ്തി പ്രത്യാവായോ ന വിദ്യതേ സ്വൽപമപസ്യ ധർമ്മസ്യ ത്രായതേ മഹദോപയാത്. ഹരേ കൃഷ്ണ. സ്വൽപ്പം അല്പസ്യ എന്നാണേ, സ്വൽപ്പം അല്പസ്യ, അത് ഓർത്തോണേ. ഓക്കെ. ഹരേ കൃഷ്ണ. പത്മ മാതാജി അതിന്റെ ഭാവാർത്ഥം വായിച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കണം പ്രഭു. കൃഷ്ണാവബോധത്തോടെ അഥവാ ഇന്ദ്രിയ തൃപ്തിയെ കാക്ഷിക്കാതെ കൃഷ്ണന് വേണ്ടി മാത്രം ചെയ്യുന്നത് അത്രേ കർമ്മത്തിന്റെ അതീന്ദ്രിയ വൈശിഷ്ട്യം. അത്തരം പ്രവർത്തനങ്ങൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാകുന്നില്ല, ഒരിക്കലും അവ നഷ്ടത്തിൽ കലാശിക്കുന്നുമില്ല. ഭൗതിക തലത്തിലുള്ള എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനായി ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം പാഴായിത്തീരുന്നു. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മം ശാശ്വതമായ ഫലം ഉളവാക്കുന്നു. അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ പോലും അതുകൊണ്ട് കൃഷ്ണാവബോധത്തോടെയുള്ള കർമ്മം ചെയ്യുന്നവർക്ക് അത് മുഴുമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി നഷ്ടമില്ല. കൃഷ്ണാവബോധത്തോടെ അനുഷ്ഠിക്കുന്ന പ്രവർത്തനം കേവലം ഒരു ശതമാനമാണെങ്കിൽ പോലും അതിന് പൂർണ്ണമായ ഫലം ലഭിക്കുന്നു. അടുത്ത തുടക്കം അതിൽ നിന്നാകാം. എന്നാൽ ഭൗതിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വിജയിച്ചില്ലെങ്കിൽ അത് തികച്ചും നഷ്ടമായി ഭവിക്കുന്നു. ഒരു ചെറിയ ശതമാനം കൃഷ്ണാവബോധത്തോടെ ആയിരുന്നു അജാമിളൻ പ്രവർത്തിച്ചിരുന്നത്. എന്നിട്ടും ഒടുവിൽ ഭഗവത് കൃപയാൽ 100% ഫലം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു. ഭാഗവതത്തിൽ 1:5-17 ഇതിനെപ്പറ്റി ഒരു നല്ല ശ്ലോകമുണ്ട്. ത്യക്ത സ്വധർമ്മം ചരണാംബുജം ഹരേർ ഭജന്ന ഭക്വോദപതേതോ യതി യത്ര ക്വ വാ ഭദ്രമഭൂതമുഷ്യകിം കോ വാർത്ത ആപ്തോ ഭജതാം സ്വധർമ്മത. സ്വധർമ്മം ഉപേക്ഷിച്ച് ഒരാൾ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും അത് പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും ചെയ്തു എന്നിരിക്കട്ടെ, അയാൾക്ക് എന്ത് നഷ്ടമാണുള്ളത്? നേരെ മറിച്ച് ഭൗതിക പ്രവർത്തനങ്ങൾ ഭംഗിയായി അനുഷ്ഠിച്ചതുകൊണ്ട് അയാൾക്ക് എന്ത് നേടാൻ കഴിയും? ഈ ലോകം മുഴുവൻ കൈവന്നാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ലാഭമാണുള്ളത് എന്ന് ക്രിസ്ത്യാനികൾ ചോദിക്കാറുണ്ട്. ഭൗതിക കർമ്മങ്ങളും അതിന്റെ ഫലങ്ങളും ശരീരത്തോടൊപ്പം നശിക്കും. കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനമാകട്ടെ ദേഹനാശത്തിന് ശേഷവും ഒരാളെ കൃഷ്ണാവബോധത്തിലേക്ക് നയിക്കുന്നു. ആത്മീയോത്കർഷത്തിന് കൂടുതൽ അവസരം കിട്ടാവുന്ന വിധം സംസ്കാര സമ്പന്നമായൊരു ബ്രാഹ്മണ കുടുംബത്തിലോ പ്രാമുഖ്യമുള്ള ധനിക ഗൃഹത്തിലോ അടുത്ത ജന്മത്തിൽ മനുഷ്യനായി പിറവിയെടുക്കുവാനെങ്കിലും അയാൾക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. അതത്രേ കൃഷ്ണാവബോധപൂർവമായ കർമ്മത്തിന്റെ അതുല്യ വൈശിഷ്ട്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അതെ, നമ്മള് ഇവിടെ നമ്മുടെ കാര്യം അങ്ങനെയായിരിക്കും. ഇതുപോലെയൊക്കെ പറ്റുള്ളായിരിക്കും, മുഴുവനൊന്നും മുഴുവിക്കാൻ പറ്റൂ. പ്രഭു, എനിക്ക് അതിലൊരു സംശയം എന്ന് പറഞ്ഞാല് ആ ഇപ്പൊ ചോദിക്കുന്നത് ശരിയല്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്. ആ വേർഡ്സിനകത്തിൽ വന്നേക്കുന്ന ബ്രാഹ്മണ കുലത്തിൽ അല്ലെങ്കിൽ നല്ല കുലത്തിൽ ജനിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവം എന്തിനാണ് അങ്ങനെ പറയുന്നത്? ആ പ്രഭു, നമ്മളിവിടെ ബ്രാഹ്മണൻ ഉദ്ദേശിക്കുന്ന ആ ഒരു നമ്മളുടെ ഇവിടുത്തെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ബ്രാഹ്മണ ജാതിയല്ല. ഞാൻ ഇന്നാൾ അത് പറഞ്ഞതിന്റെ പേരിൽ പ്രഭുവിന് അറിയാമല്ലോ, വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഓക്കെ, ബ്രാഹ്മണി. ആ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകുകയാണ്, അല്ലേ? അപ്പൊ നമ്മളുടെയൊക്കെ ഉദ്ദേശം, നമ്മൾ കലിയുഗത്തിൽ ജനിച്ച ജീവാത്മാക്കളെല്ലാം ശൂദ്രന്മാരാണ്. ഓക്കെ. ഭഗവാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ 4 വർണ്ണങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചാന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ഭഗവാൻ പ്രത്യേകം മയാ സൃഷ്ടം, ഞാനാണ് സൃഷ്ടിച്ചത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഗുണത്തിന്റെയും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനാണ് സൃഷ്ടിച്ചത് ഈ 4 വർണ്ണങ്ങളിൽ: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അപ്പൊ അവർക്ക് എന്താണ് പ്രവൃത്തി ചെയ്യണ്ടേ? പ്രവൃത്തി ചെയ്തിട്ടല്ലേ ഭഗവാനിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ സമൂഹത്തെ തന്നെ ഭഗവാൻ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചു. നല്ല ബുദ്ധിയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടത്തെ എന്താണ്, അവര് വിദ്യയൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് എന്താണ്, കുറച്ച് അറിവും വിവരമൊക്കെ ഉള്ള സത്വഗുണമുള്ള ആൾക്കാരെ എന്താണ് ഭഗവാൻ ബ്രാഹ്മണരായിട്ട് തിരിച്ചു. അപ്പൊ അതായത് അവരെല്ലാം ബ്രഹ്മജ്ഞാനം അറിയുന്നവര് ബ്രാഹ്മണൻ എന്ന് പറയും. മറ്റുള്ളവരെല്ലാവരെയും അവര് വിദ്യ പറഞ്ഞു കൊടുക്കണം. അതാണ് ആ ബ്രാഹ്മണന്റെ കടമ. അവൻ അത് കൃത്യമായിട്ട് നിർവഹിക്കണം. അതിന് രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? രാജ്യസുരക്ഷയൊക്കെയുള്ള ആൾക്കാരെ, രജോ ഗുണം സംബന്ധിച്ചിട്ടുള്ള ആൾക്കാരെ, ഭടന്മാരും സോൾജിയേഴ്സ് ഒക്കെ ആയിട്ടുള്ളവരെ ക്ഷത്രിയരായിട്ട് സൃഷ്ടിച്ചു. അതുപോലെ ബാക്കിയുള്ളവർക്കെല്ലാം കൃഷി, ഗോരക്ഷ, വാണിജ്യം ഒക്കെ വേണ്ടേ, സാധനങ്ങൾ, വിഭവങ്ങൾ വേണ്ടേ, ഭക്ഷിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് വൈശ്യരെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ എല്ലാവർക്കും സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ വേണ്ടേ, ആരും സേവ ചെയ്യാനില്ലെങ്കിലുള്ള അവസ്ഥയാണ് ശൂദ്രർ. ഇത് 4 ഭഗവാൻ തിരിച്ചാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിഭാഗതികളൊക്കെ തന്നെ മനുഷ്യനുണ്ടാക്കിയാണ്, ഭഗവാന്റെ അല്ല. അപ്പൊ ഈ 4 വിഭാഗങ്ങളിൽ നമ്മൾ ബ്രാഹ്മണ്യം, ഒരു ബ്രാഹ്മണനാകാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. ബ്രാഹ്മണനാകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ നമ്മൾ ഇപ്പൊ കാണുന്ന സോക്കോള് നമ്മളെ അടുത്തുള്ള ഇല്ലത്ത് ജനിക്കണം എന്നല്ല അതിന്റെ അർത്ഥം, കേട്ടോ.
മനസ്സിലായി? നമ്മുടെ തൊട്ടടുത്തുള്ള ഇല്ലേ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു ഇല്ലമുണ്ട്, താന്നി ഇല്ലം. ആ ഇല്ലത്തെ അല്ല, നമ്പൂതിരിയുടെ മകനായിട്ട് ജനിക്കാനായിട്ടല്ല. ആ സംശയ നിവാരണം അങ്ങോട്ട് വരുത്തുന്നേ ഉള്ളൂ. ഹരേ ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ കർമ്മം കൊണ്ട് പറയുന്ന പോകുന്നു. ബ്രാഹ്മണൻ ഈ പറയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള കർമ്മം ആ നമ്പൂരിയുടെ മകനായിട്ട് ജനിക്കാനായിട്ടല്ല. ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ അറിഞ്ഞവരാണ് കർമ്മം ബ്രാഹ്മണൻ. ഭഗവാനെ അറിഞ്ഞ ഒരാളുടെ വീട്ടിൽ ജനിച്ച് അവിടെ നിന്ന് പോകാനായിട്ട് എനിക്ക് എളുപ്പമുണ്ട് മുകളിലോട്ട്. അതെ മനസ്സിലായില്ലേ? അതെ ഞാനൊരു ശൂദ്രൻ, ഭഗവാൻ എന്താണെന്ന് പോലും അറിഞ്ഞില്ല, ഒരു ക്ഷേത്രം പോലും കണ്ടിട്ടില്ല, അങ്ങനെ ഒരാളുടെ വീട്ടിൽ ജനിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഈ പറയുന്ന ജീവികളെയൊക്കെ തല്ലിക്കൊന്ന് ചുട്ടുകൊന്ന് തിന്നുന്ന ഒരാളുടെ വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എത്ര ജന്മം വീണ്ടും താഴേക്ക് ജനിക്കേണ്ടി വന്നിട്ട് വേണം പിന്നീട് ഒരു പശുവിന്റെ ജന്മം കിട്ടി, പിന്നെ മനുഷ്യജന്മം കിട്ടിയിട്ട് പിന്നെ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ജനിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന് ഒരുപാട് പ്രോസസ്സ് നീണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ഈ ജന്മം നമുക്ക് മുക്തി കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇപ്പം ജനിച്ചിരിക്കുന്നതിനേക്കാൾ ഉയർന്ന സാഹചര്യത്തിൽ നല്ല വൈഷ്ണവരായിട്ടുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണരായിട്ടുള്ള ഒരു അച്ഛന്റെ അമ്മയുടെയും മകനായിട്ട് പിറന്നാൽ നമുക്ക് അവിടെ നിന്ന് പോകാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ലാഭമോ നഷ്ടമോ ഇതിലില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കാര്യം? എന്താണ് ലാഭമോ നഷ്ടമോ? നമ്മളിപ്പം 10 റൗണ്ട് ജപിച്ചെന്ന് വിചാരിച്ചു. 10 റൗണ്ട് ഇപ്പം എൻ്റെ ജീവൻ പോയി. എനിക്ക് നാളെ എന്താണ് ഈ 10 അവിടെ എൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് കിടക്കുക. അടുത്ത ജന്മത്തിൽ 11 തൊട്ട് തുടങ്ങിയാൽ മതി. ഇത് ഒരിക്കലും കള്ളൻ അടിച്ചുകൊണ്ടോ വെള്ളപ്പൊക്കത്തിലോ ഒന്നും പോകത്തില്ല. ഈ അക്കൗണ്ട് എപ്പോഴും സേഫ് ആണ്. ഭക്തിയുത സേവനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി പോലും അത് മഹാഭായങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഇതെന്റെ അക്കൗണ്ടിൽ എത്ര ജന്മം എടുത്താലും ഇത് സേഫ് ആയിട്ട് കിടക്കും. അപ്പൊ ഞാനിപ്പോ ഈ ശൂദ്രന്റെ കുലത്തിലാണ് ഞാനിപ്പോ ജനിച്ചതെങ്കിൽ എനിക്ക് നിങ്ങളിപ്പം പലരും ഈ ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞത് ഭഗവാൻ ഉപയോഗിച്ച വേർഡാണ് കേട്ടോ. ഒരാളെയും അപമാനിക്കാനോ അങ്ങനെയൊന്നുമല്ല. ഇതിൽ ഈ സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മളുടെ ഇപ്പോഴത്തെ ജാതി വ്യവസ്ഥയായിട്ട് നമ്മളെ മനുഷ്യരുണ്ടാക്കിയാണ്. അതുമായിട്ട് ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. അത് മനസ്സിലാകാതിരുന്ന ആരെങ്കിലും എന്നോട് കയർത്തിട്ട് ഒന്നും ഇതില്ല. ഞാനൊരു വലിയ കുലത്തിൽ പിറന്ന ആളുമല്ല, ഞാൻ ശൂദ്രനാണ്. ഓക്കെ, അത് തന്നെ അങ്ങ് വിചാരിച്ചിരുന്നു. അപ്പൊ കുഴപ്പമില്ലല്ലോ, ഞാൻ ശൂദ്രനാണ്, അപ്പൊ കുഴപ്പമില്ല. നമ്മള് കലിയുഗത്തിൽ ഞാനും നമ്മൾ അതെ. ജോലിക്ക് വേണ്ടിയിട്ട് മറ്റൊരാളൊരു വേതനത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന എല്ലാവരും എന്താണ് ശൂദ്രന്മാരാണ്. നമ്മളെല്ലാവരും ജയദേവി മാതാജി വേതനത്തിന് വേണ്ടി ജോലി ചെയ്തല്ലേ, ടീച്ചറായിട്ട് ജോലി ചെയ്തല്ലേ, ഗീതാ മാതാജി ബാങ്കിൽ ജോലി ചെയ്താണ്. അപ്പൊ നമ്മളെല്ലാവരും എന്താണ് വേതനത്തിന് വേണ്ടി ജോലി ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെയൊക്കെ ഉദ്ദേശം എന്താണ്? നമ്മൾ ചെയ്ത ഭക്തിയുത സേവനം ഭഗവാന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതെന്താണ് ആ ഒരു ബാങ്കിൽ സേഫ് ലോക്കറിൽ ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കും. അതുകൊണ്ട് ഒരു നഷ്ടമില്ല, ഒലിച്ചു പോകത്തില്ല, കള്ളം മോഷ്ടിച്ചുകൊണ്ട് പോകത്തില്ല, പുളിച്ചു കെട്ടി പോകത്തില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ റിട്ടയർഡ് ആവും. അടുത്ത റിട്ടയർഡ് ജന്മത്തിൽ അതിന്റെ ബാക്കി തുടങ്ങിയാൽ മതി. 10 റൗണ്ട് ആണെങ്കിൽ 11ാമത്തെ റൗണ്ട് തൊട്ട് തുടങ്ങിയാൽ മതി. ഈ 10 റൗണ്ടിന്റെ ഫലം അവിടെ കിടക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മം ശാശ്വതമായ ഫലം ഉളവാക്കുന്നു. അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ പോലും അതുകൊണ്ട് കൃഷ്ണാവബോധത്തോടുള്ള കർമ്മം ചെയ്യുന്നവർക്ക് അത് മുഴുമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി നഷ്ടമില്ല. കാര്യം എന്താ? മുഴുമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടമില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ദുഃഖിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. കേവലം 1% പോലും അതിന് പൂർണ്ണമായ ഫലം ലഭിക്കുന്നു. ഒരു ചെറിയ കാര്യങ്ങൾ നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുക, അതിനൊക്കെ ഫലമാണ്. അതുകൊണ്ട് അടുത്ത തുടക്കം അതിൽ നിന്നാകാം. അപ്പൊ അവിടെ തൊട്ട് തുടങ്ങിയാൽ മതി എനിക്ക്, അല്ലേ? ഇതിന്റെ ബാക്കി അടുത്ത ജന്മത്തിൽ തുടങ്ങിയാൽ മതി. അടുത്ത ജന്മം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ശതമാനം കൃഷ്ണാവബോധത്തോടെ ആയിരുന്നു അജാമളൻ പ്രവർത്തിച്ചത്, അല്ലേ? അജാമളൻ ചെയ്ത ഒരേ ഒരു ഭക്തി സേവനം മകൻ, അദ്ദേഹത്തിന്റെ ഒരു 10-24 വയസ്സ് വരെ അദ്ദേഹം ശരിക്കും ഒരു ബ്രാഹ്മണനായിരുന്നു. 3 നേരം ഗായത്രിയൊക്കെ ജപിച്ച് ജപവും കർമ്മങ്ങളും എല്ലാം ചെയ്തു വരുന്ന ആളായിരുന്നു. ഒരു ദിവസം എന്താണ് കാട്ടിപ്പോയപ്പോഴത്തേനും ഒരു വേശ്യാ സ്ത്രീ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അതിനോട് ആകർഷണം തോന്നി. എന്താണ് ഭാര്യയും കുട്ടികളെല്ലാം ഇട്ടിട്ട് ഇവരുടെ കൂടെ അങ്ങ് താമസാക്കി. അപ്പൊ ആരുടെ കൂടെ അസോസിയേഷൻ അതുപോലെ ആയാൽ മതി. ഇദ്ദേഹം ബ്രാഹ്മണനാന്നുള്ള കാര്യമേ മറന്നുപോയി. അങ്ങനെ 10 കുട്ടികളും ഉണ്ടായി ആ സ്ത്രീയില്. അങ്ങനെ ആ 10ാമത്തെ കുട്ടിക്ക് എന്തുകൊണ്ടോ നാരായണൻ പേരിടാൻ തോന്നി. ആ ഒറ്റ കാര്യമാണ് അദ്ദേഹം ചെയ്ത പുണ്യകർമ്മം, അല്ലേ? അപ്പൊ അത്രയും ചെയ്തുകൊണ്ട് അദ്ദേഹം ആ 24 വയസ്സ് വരെ ചെയ്ത ഭക്തിയുത സേവനം പ്ലസ് ഈ അവസാനം അന്തേ നാരായണ സ്മൃതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്തേ നമ്മളിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അന്തേ നാരായണ സ്മൃതി, അല്ലെങ്കിൽ അന്തകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളയവരാണ്. അന്ത്യകാലത്ത് നീ എന്നെ സ്മരിക്കുക. അതാണ് ആര് ചെയ്തത്? അജാമളൻ ചെയ്തത്. അപ്പൊ ആ ഒരൊറ്റ കാര്യം കൊണ്ട് അജാമളന്റെ കാര്യത്തിൽ എന്താണ് തീർപ്പുണ്ടായി. യമദൂതന്മാരെ അട്ടി ഓടിച്ചിട്ട്
എന്നാണ് വിഷ്ണു പാർഷദന്മാർ വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ എവിടെ പോയി തപസ്സിരിക്കാൻ? ബദരികാശ്രമത്തിൽ പോയി തപസ്സിരിക്കുക, അവിടുന്ന് നീ നേരെ വൈകുണ്ഠത്തിലേക്ക് പോരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? വാക്ക് കൊടുത്തു. അപ്പം സ്വധർമ്മം അനുസരിച്ച് ഒരാൾ കൃഷ്ണാബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടി അത് പൂർത്തിയാകാൻ കഴിയാതെ വരികയും ചെയ്യുന്നിരിക്കട്ടെ, അയാൾക്ക് എന്ത് നഷ്ടമാണുള്ളത്? നേരെ മറിച്ച് ഭൗതിക പ്രവർത്തനങ്ങൾ ഭംഗിയായി അനുഷ്ഠിച്ചുകൊണ്ട് അയാൾക്ക് എന്ത് നേടാൻ കഴിയും? ഈ ലോകം മുഴുവൻ കൈവന്നാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത്? അതായത് നമ്മൾ ഭൗതിക പ്രവർത്തനങ്ങളിൽ കൂടുതലും പബ്ലിസിറ്റിക്കും പേരിനും വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് അവിടെ ഇവിടെ നടന്ന് പൊതുപ്രവർത്തനമൊക്കെ ചെയ്ത് അവിടെ എങ്ങും ഭഗവാൻ എന്നുള്ളൊരു അംശം ഇല്ല എങ്കിൽ അതുകൊണ്ടൊക്കെ ഈ ആത്മാവ് ശരീരം വിട്ടു പോകുന്നതോടുകൂടി അതെല്ലാം തീരും. ആരെങ്കിലും നമ്മളെ കുറച്ച് ഒരു മരിച്ചു കഴിഞ്ഞ ഒരു വിലാപയാത്ര സംഘടിപ്പിക്കും, വേണേ ഒരു യോഗ നടത്തിയിട്ട് ഇയാൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം നടത്തും. പിന്നെ ചിലപ്പോൾ ഒരു പക്ഷെ ഒരു വാർഷികം പത്രത്തിൽ ഇങ്ങനെ അടിച്ചു വരും. ഇതിൽ കൂടുതൽ എന്താണ് കിട്ടാനുള്ളത്? വീണ്ടും ജനിക്കേണ്ടി വരത്തില്ലേ? തീർച്ചയായിട്ടും ജനിക്കേണ്ടി വരും. കാര്യം ഇതിന്റെ ഫലം അനുഭവിക്കാൻ അയാൾ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കുമല്ലോ അയാളെ കുറച്ച് പേര് സ്മരിച്ചതുമൊക്കെ. വീണ്ടും ജനിക്കേണ്ടി വരും. ജനിച്ചു കഴിഞ്ഞ് ഏത് കുലത്തിൽ പിറക്കുന്നു, ഏത് സ്ഥലത്ത് പിറക്കുന്നു, എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റുമോ? കാര്യം ഭഗവാന് വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യമെങ്കിലും അദ്ദേഹം ചെയ്തിരുന്നു എങ്കിൽ അതിന്റെ ബാക്കി അടുത്ത ജന്മത്തിൽ ചെയ്താൽ മതിയായിരുന്നു. ഭഗവാന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. ബാക്കിയുള്ളതെല്ലാം എന്താണ്? നരസേവ ചെയ്തു, അല്ലെങ്കിൽ അതായത് എന്താണ്? മനുഷ്യന് സേവ ചെയ്തു, പക്ഷെ മാധവനെ ഒരിക്കലും സേവിച്ചില്ല. അതായത് മാനവസേവ മാധവസേവ എന്ന് പറയുന്ന നാട്ടിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്, അല്ലെ? മാനവസേവ, മാനവനെ സേവിച്ചോളൂ, പക്ഷെ മാധവനെ അവിടെ ഫ്രണ്ടിൽ നിർത്തണം. മാധവൻ അവിടെ ഫ്രണ്ടിൽ ഇല്ല എങ്കിൽ അത് വെറും എന്താണ്? ഈ പോസ്റ്റർ ഒട്ടിയിട്ട് മാത്രമാകും. എൻ്റെ പോസ്റ്റർ അവിടെ ഒട്ടിച്ച് ഞാൻ ഇന്ന കാര്യം ചെയ്തു, ഒരു സെൽഫി എടുത്തിട്ട് ഇങ്ങനെ കുറെ പേർക്ക് ഈ അന്നദാനം കൊടുക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് ട്രോഫി കൊടുക്കുന്നതിനൊക്കെ പടം ഒട്ടിച്ച് അവിടെ വെക്കാം, അല്ലേ? എന്തെങ്കിലും കാര്യമുണ്ട്. മാധവൻ അവിടെ ഇല്ല എങ്കിൽ ഇതിലൊരു പൊട്ടൻസി ഇല്ല. വ്യാസദേവന് സംഭവിച്ചെന്താണ്? മാധവൻ അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. ആരാണ് ഈശ്വരൻ എന്ന് പറഞ്ഞില്ല. അപ്പം ഈശ്വരൻ എവിടെയാണ്? ഇതാണ് കൃഷ്ണനാണ് ഈശ്വരൻ എന്ന് പറയുന്ന ഭാഗവതം എഴുതി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് സന്തോഷം കിട്ടിയത്. ഈ പറയുന്ന വേദങ്ങളെല്ലാം എഴുതിയിട്ടും അദ്ദേഹത്തിന് ഒരു ആനന്ദം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഭയങ്കര ദുഃഖമായിരുന്നു. എന്ന് പറയുന്ന പോലെ ആ ഭഗവാനുള്ള പൊട്ടൻസി മാധവൻ ഇല്ല എങ്കിൽ അവിടെ എന്താണ്? യാതൊരൊന്നുമില്ല. അത് എന്താണ്? നമ്മളുടെ സ്വന്തം ആ ഒരു സെൽഫിയുടെ കാലഘട്ടത്തിൽ ചിന്താചരവം പറഞ്ഞ പോലെ സെൽഫി. അപ്പൊ ആ സെൽഫിയുടെ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോകേണ്ടി വരും. മനസ്സിലായില്ലേ? പ്രഭു ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ആ. കളങ്കമില്ലാത്ത കൈകൾ കൊണ്ട് എന്ത് കൊടുത്താലും അത് നല്ലതായിട്ട് വരത്തില്ലേ? അത് മാധവസേവയായിട്ട് വരത്തില്ല? ആ, പ്രഭു, നമ്മൾ ഈ ചെയ്യുന്ന ഈ ഓസ്റ്ററിറ്റി, ഈ ചാരിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നല്ലതാണ്. നല്ലതല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമുക്കതെല്ലാം ചെയ്യാം. ഇപ്പം നമ്മളത് ഒരു ഫലം ആഗ്രഹിച്ച് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, 10 പേരെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം കർമ്മം പിടിക്കും. പ്രഭു കേൾക്കുന്നുണ്ടോ? ആ. ഓ 10 പേര് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ഇടത്ത് കൈ കൊണ്ട് കൊടുക്കുന്നത് വലത്ത് കൈ അറിയാൻ പാടില്ല. ഇതാണ് ഈ ദാനം ആ കൊടുക്കുന്നതിന്റെ ഇത്. നമ്മൾ ഒരാളും അറിയാതെ ദാനം കൊടുത്തു, അവരെ നന്നാകാൻ വേണ്ടിയിട്ട് ഒരു അർഹരായ വ്യക്തിക്ക് ദാനം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ കിട്ടുന്ന വ്യക്തി, ഇപ്പൊ പ്രഭു ഒരാൾക്ക് ഒരു ദാനം കൊടുത്തു, ഒരാൾക്ക് കൊടുത്തു, അയാൾ എന്ത് ചെയ്തു? ആ കൊടുത്ത പൈസ കൊണ്ട് നേരെ കള്ളുഷാപ്പിൽ പോയി വെള്ളം അടിച്ചു, കിറിഞ്ഞു വന്നു. അപ്പം ഭാര്യയും 3 മക്കളും അവിടെ നിൽക്കുക. അവർ കുറെ ദിവസമായിട്ട് പട്ടിണി കിടക്കുകയാണ്. ഇദ്ദേഹം എന്തെങ്കിലും കൊണ്ടുവരുന്ന കൊണ്ട് വെച്ച് കഴിക്കാനിട്ട്. അപ്പോൾ ഇദ്ദേഹം വെള്ളം അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നും ഒന്നും കൊണ്ടുവന്നില്ലേ, കൈയും വീശി വന്നോ, 4 കാലയിൽ നിന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേന് എന്താ? ഇയാൾക്ക് ദേഷ്യം വരും. ഇയാൾ എന്ത് ചെയ്യും? അവിടെ എടുത്തിരിക്കുന്ന എന്തെങ്കിലും വലിച്ചെറിയും. അപ്പം ഭാര്യ എന്തെങ്കിലും 2 വർത്താനം പറയും. ഇയാൾ അവിടെ ഒരു കത്തി എടുത്ത് ഭാര്യയെ കുത്തി. ഭാര്യയെ കുത്തി കഴിഞ്ഞാൽ ഭാര്യ മരിച്ചുപോയി. ഇയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. 3 പെമ്പിള്ളാരാണ് വീട്ടില്. അവർ 3 പേരും അനാഥരായി. മനസ്സിലായി? അപ്പം പ്രഭുവിന് എന്താണ്? ഈ ചെയ്ത പ്രഭു കൊടുത്ത പൈസയുടെ ഫലം കൊണ്ടാണ് അവരെന്ത് വന്നത്? അവർക്ക് എന്താണ്? ഒരു സ്ത്രീ ഹത്യ നടന്നു അവിടെ, അല്ലേ? ഒരാൾ മദ്യപിച്ച് മതോന്മത്തനായി ചെന്ന ഒരു സ്ത്രീ ഹത്യ നടന്ന് 3 കുട്ടികൾ അനാഥരായി. ഇതിന്റെ പാപത്തിന്റെ ആ പകുതി പങ്ക് പ്രഭുവിനാണ്. മനസ്സിലായില്ലേ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ദാനങ്ങൾക്കൊക്കെ തന്നെ ഇതേപോലെ ഫലങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഭഗവാനെ മുൻനിർത്തിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഭഗവാനാണ്. നമ്മൾ എവിടെയും ഭഗവാനെ നമ്മൾ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി, ഇത് ഞാൻ കൃഷ്ണന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ അങ്ങനെ വിചാരിച്ചാൽ മതി. നമ്മൾ ചെയ്തു, അർഹരായ ഒരാൾക്ക് ദാനം കൊടുത്തു, പബ്ലിസിറ്റിക്ക് ഒന്നും പോകണ്ട. ഇത് ഞാൻ ഭഗവാന്റെ ഒരു ഭക്തനാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കുഞ്ഞാണ്, അപ്പൊ അവന് വേണ്ടിയിട്ട് ഞാൻ ഭഗവാനെ സാക്ഷി നിർത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്ത് ഭഗവാനെ എല്ലായിടത്തും മുൻനിർത്തിയാൽ മതി, വിചാരിച്ചുകൊണ്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ ഫലം നമ്മൾ കുറഞ്ഞു കിട്ടും. പിന്നെ എന്താണ്? പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാവുള്ളൂ. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം.
ഈ രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ആ ദാനത്തിന്റെ ഒരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ സബ്ജക്റ്റാണ്. ദാനം, എങ്ങനെയുള്ള ദാനങ്ങൾ, എത്ര തരത്തിലുള്ള ദാനങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ക്ലാസ്സിന്റെ സമയം തീർന്നു പോകും. അതുകൊണ്ട് എനിക്ക് സപ്താഹത്തിന് പോകേണ്ടതാണ്. അതുകൊണ്ട് അടുത്ത ശ്ലോകം എടുക്കാനുള്ള സമയമുണ്ടോ എനിക്കറിയത്തില്ല, എടുത്തേക്കാം. പ്രഭു, എന്താണ് പ്രഭു സപ്താഹത്തിനെന്ന് പറഞ്ഞ്? ഇന്ന് സമർപ്പണമാണ് ഗോപകുമാർ പ്രഭു. എവിടെ? ഇവിടെ 7 ദിവസമായിട്ട് സപ്താഹം നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് അയ്യോ, എനിക്കറിയത്തില്ലായിരുന്നു. കൃഷ്ണ, അതെന്താ പ്രഭു മാത്രം അറിയാതെ? സപ്താഹം നടക്കാറുണ്ട് പല വീടുകളിലായിട്ട്. അയ്യോ, നാട്ടിൽ അങ്ങനെ എനിക്ക് അറിയത്തില്ല. നാട്ടിൽ നിന്ന് മനോഹർ ഗൗരദാസ് പ്രഭു എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വക്രയിലാണ്. ഞാൻ അങ്ങോട്ട് എനിക്കറിയില്ല. പോവുകയാണ്. ഉടനെ എനിക്ക് പോകണം. ക്ഷമിക്കണം, അതെ എനിക്കറിയത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. അതെല്ല, സാരമില്ല. നമുക്ക് നോക്കാം. നാളെ ഉണ്ട്. അപ്പോൾ നാളെ അൽക്കോറിലൊക്കെയാണ് അത്. ആ, ഞാൻ അതിനകത്ത് പിന്നെ വലിയ അഗ്രഗണ്യനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അല്ല, അത്രയും വലിയൊരു ആചാര്യൻ വന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോഴത്തേനും ഞാൻ ഈ പറയുന്ന പൊട്ടത്തരങ്ങൾ പോലെ ഇല്ല. അദ്ദേഹം അല്ല, ആധികാരികമായിട്ടാണ് പറയുന്നത്. അല്ല, അങ്ങനൊന്നും വിചാരിക്കണ്ട. പ്രഭു പറയുന്നത് നമുക്ക് സന്തോഷമാണ്. നമ്മുടെ സന്തോഷമാണ് ഏറ്റവും വലിയ കാര്യം. ഹരേ കൃഷ്ണ. അടുത്ത അതിപ്പോ ആരായാലും ഇത് എത്ര ഇപ്പം പ്രേമേട്ടൻ പറഞ്ഞാലും ശരി, അത് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ അത് ആ ഒരു ലെവലിൽ നമ്മൾ എടുക്കത്തുള്ളൂ. ഹരേ കൃഷ്ണ. അങ്ങ് പറയുന്നത് ഒരു നല്ല കാര്യമാണ് പറയുന്നത്, നല്ല ചീത്ത കാര്യമല്ല പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെ അങ്ങനെയല്ലേ കാണാൻ പറ്റും. പക്ഷെ ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അതെ അല്ല, ആ പ്രഭുവിന്റെ ആ ഗ്രൂപ്പിൽ അറിയിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു. ഇല്ല, അറിയിച്ചിട്ടില്ല. ഓക്കെ അത് കുഴപ്പമില്ല. ഓക്കെ. അടുത്ത 41-ാം ശ്ലോകം. വ്യവസായാത്മിക ബുദ്ധി രേഖേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്ദ്യാശ്ച ബുദ്ധയോ വ്യയ സായിനാം. വ്യവസായികാത്മിക ബുദ്ധി രേഖേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്ദ്യാശ്ച ബുദ്ധയോ വ്യയ സായിനാം. ഹരേ കൃഷ്ണ. മാധവി രാധാ മാതാജി. അല്ലെങ്കിൽ ജ്ഞാനാംബിക മാതാജി, മൈക്ക് ഓണാക്കിയിട്ട്. വ്യവസായാത്മിക ബുദ്ധി രേഖേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്ദാശ്ച ബുദ്ധയോ വ്യവസായിനാം. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി, മൈക്ക് ഓണാക്കൂ. വ്യാവസായികാത്മിക ബുദ്ധി രേഖേഹ കുരുനന്ദന ബഹുശാഖാഹന്യന്താശ്ച ബുദ്ധയോ വ്യവസായിനാം. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതിന്റെ പദാനുപത തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. കുരുനന്ദന, ഹേ കുരുനന്ദന, ഇഹ ഈ ലോകത്തിൽ വ്യവസായികാത്മിക കൃഷ്ണാബോധത്തിൽ ഉറച്ച ബുദ്ധി ഏകാഹി ഒന്നു തന്നെയാകുന്നു. എന്നാൽ അവ്യവസായിന കൃഷ്ണാവബോധം ഉദിക്കാത്തവർക്ക് ബുദ്ധികൾ ബഹുശാഖ വളരെ ശാഖകളോട് കൂടിയവയും അനന്താച്ച അനന്തങ്ങളാകുന്നു. അടുത്ത വിവർത്തനം. ഈ വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്. ലക്ഷ്യവും ഒന്ന് മാത്രം. കുരുനന്ദന, ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോട് കൂടിയുള്ളതാണ്. വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്, അല്ലേ? കറക്റ്റാണ്. ഈ വഴിക്ക് പോകുന്നവർ ഏത് വഴിക്ക്? ഭഗവാൻ പറഞ്ഞിരിക്കുന്ന വഴിയിലൂടെ, അല്ലെ? ലാഭവും നഷ്ടവും ഒന്നും നോക്കാതെ എന്താണ്, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യൂ, എനിക്ക് വേണ്ടിയിട്ട് ഒരു മാല ജപിക്കൂ, എനിക്ക് വേണ്ടിയിട്ട് ഒരു പുഷ്പം അർപ്പിക്കൂ, എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു നേരം അമ്പലത്തിൽ പോകൂ, പ്രാർത്ഥിക്കൂ. അതുപോലെ നീ എന്താണ് എൻ്റെ കാര്യങ്ങൾ നീ മറ്റുള്ളവർ പറയൂ, എൻ്റെ ഒരു ലീലയെങ്കിലും നീ മനസ്സിൽ വിചാരിക്കൂ, മനനം ചെയ്യൂ, സ്മരിക്കൂ. ഇതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? നമുക്ക് 24 മണിക്കൂർ ഒരു ദിവസം തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് 7 മണിക്കൂർ ഉറങ്ങി, അല്ലെ 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങരുതെന്നാണ് പറയുന്നത്. 6 മണിക്കൂർ നമുക്ക് ഉറങ്ങി, ബാക്കി എത്ര മണിക്കൂർ നമുക്കുണ്ട്? 18 മണിക്കൂർ. 18 മണിക്കൂറിലെ ജോലിക്ക് 10 മണിക്കൂർ കൂട്ടിക്കോ, ട്രാവലിങ് ഒരു 11 മണിക്കൂർ, പിന്നെ ഉണ്ട് 5-6 മണിക്കൂർ കിടപ്പുണ്ട്, അല്ലേ? അതില് നമ്മൾ മൊബൈൽ നോക്കിയ സമയം അതെല്ലാം കൂടെ എഴുതി വെച്ചിട്ട് നമ്മൾ നോക്കി നമ്മൾ എന്ത് ചെയ്തു ഒരു ദിവസം മുഴുവനും. അപ്പം നമ്മൾ എവിടെയെങ്കിലും
ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും ആണെങ്കിലും നമ്മളുടെ മക്കളോ അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സമയം മുഴുവൻ നമുക്ക് ഉണ്ടാകും. സമയമേ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് വിലപിക്കുന്നവർക്ക് എല്ലാവർക്കും സമയം ഉണ്ടാകും. നമ്മൾ തന്നെ കിടക്കുവാണെങ്കിലും നമ്മളുടെ ആരെങ്കിലും ബന്ധുക്കൾ കിടക്കുവാണെങ്കിലും. പക്ഷെ നമുക്കൊരു 10 മിനിറ്റ് ഭഗവാന് കൊടുക്കാനില്ല ഈ പറഞ്ഞ 24 മണിക്കൂറിൽ. നിങ്ങൾ എന്നോട് ഇവിടെ ഒരു ക്ലാസ് എടുത്ത ഒരു പ്രഭുജി പറഞ്ഞു, ഞങ്ങളെ കൊണ്ടൊക്കെ എഴുതിച്ചു 24 മണിക്കൂർ രാവിലെ എത്ര മണിക്ക് എണീക്കും, അത് കഴിഞ്ഞിട്ട് എത്ര മണിക്ക് ടോയ്ലറ്റിൽ പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്നു, അത് കഴിഞ്ഞിട്ട് എത്ര മണിക്ക് ജപം തുടങ്ങി, എത്ര മണിക്ക് ആരതി ചെയ്തു, എത്ര മണിക്ക് ജോലിക്ക് പോയി, തിരിച്ചപ്പം വന്നു, ഇങ്ങനെ എഴുതാൻ പറഞ്ഞു. എഴുതി കഴിഞ്ഞിട്ട് ടോട്ടൽ കൂട്ടി നോക്കി ഭഗവാന് വേണ്ടി എത്ര സമയം കൊടുത്തു നിങ്ങൾ എന്ന് നോക്കി മൊബൈലിൽ നോക്കിയ സമയമാണ് കൂടുതൽ. ജോലിയുടെ പറഞ്ഞു ഞാൻ അങ്ങ് ഇഗ്നോർ ചെയ്യുന്നു ജോലിയുടെ സമയം. കാര്യം നമ്മൾ പ്രവൃത്തി ചെയ്തേ പറ്റുള്ളല്ലോ. നമുക്ക് ഈ കലിയുഗത്തിൽ മുന്നോട്ട് ജീവിച്ചു പോകണമെങ്കിൽ പ്രവൃത്തി ചെയ്യണം. ജോലി ഞാനങ്ങ് 10 മണിക്കൂറും 1 മണിക്കൂർ ട്രാവലിനും ഞാനങ്ങ് കളഞ്ഞു. ബാക്കിയുള്ള സമയം എന്ത് ചെയ്തു? ഉറക്കവും ഞാനങ്ങ് കളഞ്ഞു. ഉറക്കം അത്യന്താപേക്ഷിതമാണ്. ബാക്കിയുള്ള സമയം 6-7 മണിക്കൂർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്തു? അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ഭഗവാന് കൊടുക്കാനായിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ. ഒരു റൗണ്ട് ജപിക്കാണ്ട് മാല ജപിക്കാണ്ട് വെറും 5 മിനിറ്റ് മതി അല്ലേ? ആ ഒരു റൗണ്ട് പോലും ജപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് സമയമുണ്ട് ജീവിതത്തിൽ അല്ലേ? നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും സമയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. 3 നേരം മൂക്ക് മുട്ട നന്നായിട്ട് കഴിക്കുന്നുണ്ട് അല്ലേ? ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മളുടെ നിത്യചര്യകളെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. പക്ഷെ ഭഗവാന് വേണ്ടിയിട്ട് 1 മിനിറ്റ് കൊടുക്കാൻ നമുക്കില്ല. അതിന് മാത്രം നമുക്ക് സമയമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്. ലക്ഷ്യവും ഒന്ന് മാത്രം. നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താണ്? അല്പം എങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് പോവുക അല്ലേ? നമുക്ക് കൃഷ്ണപ്രേമം കിട്ടുക, അതാണ് നമ്മുടെ ലക്ഷ്യം. കുരുനന്ദന നിശ്ചയദാർഢ്യം ഇല്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോട് കൂടിയാണ്. അതായത് നിശ്ചയദാർഢ്യമില്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരുടെ ബുദ്ധി പലതരത്തിൽ ഡൈവേർട്ടായി പോകുന്നു. ആ സമയത്ത് ഒരാൾ വിളിക്കുന്നു, വാ നമുക്കിത് അവിടെ പോകാം, 2 അടിക്കാനായിട്ട് അവിടെ കിട്ടും, കൂട്ടുകാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്, വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ പോയി 2 അവരുടെ കൂടെ കഥയൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങളൊക്കെ കടിച്ചൊക്കെ വലിച്ച് അവിടെ ഇരിക്കുവാണെങ്കിൽ ഒന്നുകിൽ അങ്ങനെ വിളിക്കും, അല്ലെങ്കിൽ എന്താണ് കുറെ പേര് പരദൂഷണം പറയാണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഒരു കച്ചേരിയായിട്ട് മാതാജിമാരെയൊക്കെ വിളിക്കുന്നു, അവിടെ ഇരുന്ന് പരദൂഷണം പറഞ്ഞു 1-2 മണിക്കൂർ പോകുന്ന അറിയത്തില്ല. ആ വീട്ടിലെ ജാനകി ഉണ്ടല്ലോ, അവൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവളുടെ മകൾ ഇതേ ഒരുത്തനോട് ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറയാനായിട്ട് നമുക്ക് കേൾക്കാൻ വളരെ ഇമ്പവും വളരെ വളരെ കേൾക്കാൻ അങ്ങനെയോ അവൾ അങ്ങനെ ചെയ്തോ ഇതൊക്കെ പറഞ്ഞ് നമുക്ക് കൂടുതൽ കേൾക്കാനായിട്ട് ആഗ്രഹം, അല്ലെങ്കിൽ ഒരു സീരിയൽ കാണുക, അതിനകത്തെ ആസ്വാദനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എത്ര നേരം വേണേലും നമ്മൾ പോകും. പക്ഷെ ഒരു റൗണ്ട് മാല ജപിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ തൂക്കലാണ് വരുന്നത് അല്ല, ഇങ്ങനെ ഉറക്കം തൂങ്ങി 3-4 പ്രാവശ്യം ഇങ്ങനെ ഇരുന്ന് എന്നിട്ട് ഇങ്ങനെ നോക്കി, ഇത് തീരുന്നില്ലല്ലോ, സാക്ഷിമാല എടുത്ത് നോക്കി, ഇത് തീരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ നോട്ടമാണ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ നമ്മൾ അതൊരു TV കാണുകയാണെങ്കിൽ, സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ പരദൂഷണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമയവും അത് എത്ര വേണമെങ്കിലും ചിലവഴിക്കും, നമുക്കത് ആഹ്ലാദം ജനിപ്പിക്കുന്നു. പക്ഷെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു, അതുപോലെ തന്നെ നമുക്ക് ആസ്വാദനം ഇല്ലാതെ പോകുന്നു. ഇത് എന്തുകൊണ്ടാണ്? അപ്പൊ അതുകൊണ്ട് ദൃഢനിശ്ചയം ഇല്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളിലൂടെ പിരിഞ്ഞു പോകുന്നു. നമുക്ക് കൂട്ടുകാർ മദ്യപാനികളായിട്ടുള്ള കൂട്ടുകാരെ നമ്മളെ വിളിക്കും അല്ലേ? അതുപോലെ പാർട്ടിക്ക് വിളിക്കും, അതുപോലെ പരദൂഷണം പറയാനുള്ള മാതാജിമാരെല്ലാവരും നമ്മളെ വിളിക്കും, അതേ കുറെ പേരുടെ കുറ്റം പറയാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് വാ, നമ്മുടെ അയൽക്കൂട്ടത്തിന് ഇന്നുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുറ്റം പറയാൻ മറ്റൊരാളുടെ കുറ്റം പറഞ്ഞാൽ ഈ കുറ്റം പറയുന്ന ആൾക്കാരുടെ കർമ്മമൊക്കെ ഫ്രീ ആയിട്ട് അവർക്ക് അങ്ങ് പോവുകയാണ് അല്ലേ? നമ്മൾ മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരാളുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റം പറയുന്ന ആൾക്ക് എന്തായാലും നല്ല കാര്യമാണ്. കാര്യം അയാളുടെ കർമ്മം അത്രയും കൂടി നമ്മൾ അങ്ങ് ഏറ്റെടുക്കുകയാണ് ഫ്രീ ആയിട്ട്. അപ്പൊ ശ്രദ്ധിച്ചോ, നമ്മളെ പറ്റി ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കുറെ കർമ്മങ്ങൾ അവരങ്ങ് ഫ്രീ ആയിട്ട് ഏറ്റെടുത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർ വളരെ ഫ്രീ ആയിട്ട് അവർ ഏറ്റെടുത്തു, അത്രയും. അപ്പൊ ഇതിന്റെ ഭാവാർത്ഥം നമുക്ക് ആരാണ് വായിക്കേണ്ടതെന്ന് നോക്കാം. ശാന്തകുമാരി മാതാജി. ഞാൻ പുസ്തകം എടുത്തിട്ടില്ല. കുഴപ്പമില്ല. സുജന മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട് വായിക്കും മാതാജി. സുജന മാതാജി.
കൃഷ്ണാവബോധത്തിലൂടെ വിവിധ പരിപൂർണതയുടെ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന ഒരാളുടെ ദൃഢമായ വിശ്വാസത്തെ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നു. ചൈതന്യ പരിതാമൃതം അല്ലെങ്കിൽ മധ്യ 22:62 എന്ന് പറയുന്നു. ശ്രദ്ധ ശബ്ദേ വിശ്വാസഹേ സുദൃഢ നിശ്ചയ കൃഷ്ണഭക്തി കൈലേ സർവകർമ്മ കൃത ഭയ. സുദൃഢ നിശ്ചയ കൃഷ്ണഭക്തി കൈലേ സർവകർമ്മ കൃത ഭയ. ശ്രേഷ്ഠമായ ഒന്നിൽ ഉറച്ച മനസ്സുണ്ടാകുക എന്നാണ് വിശ്വാസപദത്തിന്റെ നിർവചനം. ബോധപരങ്ങളായ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കെ ലൗകിക നിയമാനുസൃതമായി കുലപരമ്പരയോടോ മനുഷ്യ സമുദായത്തോടോ രാഷ്ട്രത്തോടോ ഉള്ള കടമകൾ ഒരാൾക്ക് നിറവേറ്റേണ്ടതില്ല. പൂർവജന്മങ്ങളിൽ ചെയ്ത നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങളിലെ ഫലാനുഭവങ്ങളെ കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നു. കൃഷ്ണാവബോധം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് സ്വകർമ്മങ്ങളുടെ ശുഭഫലങ്ങൾക്കായി ശ്രമിക്കേണ്ടതില്ല. കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ എല്ലാ പ്രവൃത്തികളും നിരപേക്ഷ തലത്തിലാണ്. അവയ്ക്ക് നന്മ തിന്മകളെന്ന ഇരുഭാവങ്ങളില്ല. ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക ബോധത്തെ ത്യജിക്കുക എന്നതാണ് കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണത. കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കുന്നതോടുകൂടി ഈ അവസ്ഥ തനിയെ കൈവന്നുകൊള്ളും. കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയത്തോടെയുള്ള ലക്ഷ്യബോധം ജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്. വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ എല്ലാം മൂലകാരണം ശ്രീകൃഷ്ണൻ അഥവാ വാസുദേവനാണ് എന്ന സത്യം കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിക്ക് നന്നായി അറിയാം. അങ്ങനെയുള്ള ഒരു മഹാത്മാവെ അപൂർവമായി മാത്രമേ കാണപ്പെടാറുള്ളൂ. വൃക്ഷച്ചുവട്ടിൽ ഒഴിക്കുന്ന ജലം തനിയെ ശാഖകളിലേക്കും ഇലകളിലേക്കും വ്യാപിക്കുന്നത് പോലെ കൃഷ്ണാവബോധ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, മനുഷ്യ സമുദായം എന്ന് വേണ്ട ഏവർക്കും ഉത്തമമായ സേവനം അർപ്പിക്കുവാൻ സാധിക്കുക. ഒരാളുടെ പ്രവർത്തനം കൊണ്ട് കൃഷ്ണൻ സംതൃപ്തനാണെങ്കിൽ എല്ലാവരും സന്തുഷ്ടരായിക്കൊള്ളും. കൃഷ്ണന്റെ ഉത്തമ പ്രതിനിധിയായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ വിദഗ്ധമായ ശിക്ഷണത്തിലൂടെ മാത്രമേ ശിഷ്യന് കൃഷ്ണാവബോധ സേവനം ഭംഗിയായി അനുഷ്ഠിക്കുവാൻ കഴിയൂ. ശിഷ്യന്റെ സ്വഭാവ രീതികൾ ശരിക്കും മനസ്സിലാക്കിയ അത്തരത്തിലുള്ള ആചാര്യൻ ശിഷ്യന് കൃഷ്ണാവബോധത്തോട് പ്രവർത്തിക്കുവാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകും. കൃഷ്ണാവബോധത്തിൽ നൈപുണ്യം സിദ്ധിക്കണമെങ്കിൽ ഒരാൾ നിശ്ചയദാർഢ്യത്തോടെ കൃഷ്ണ പ്രതിനിധിയായ ഗുരുവിനെ അനുസരിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ജീവിത ദൗത്യമായി ശിരസ വഹിക്കുകയും ചെയ്യണം. ആത്മീയ ഗുരുവിനെ കുറിച്ചുള്ള തന്റെ പ്രശസ്ത ഗീതങ്ങളിൽ ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഇങ്ങനെ ഉപദേശിക്കുന്നു. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാത് ന യദി ഹൃദോ അപി ധ്യായം സ്വം യശസ്തി സന്ധ്യം വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. ഗുരുവിന്റെ പ്രസാദത്താൽ ഭഗവാൻ പ്രസാദിക്കുന്നു. ഗുരു പ്രസാദമില്ലാത്ത പക്ഷം കൃഷ്ണാവബോധ തലത്തിലേക്ക് പ്രവേശിക്കുവാൻ യാതൊരു മാർഗവുമില്ല തന്നെ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കരുണയ്ക്കായി കൊണ്ട് 3 നേരവും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പാതാരവിന്ദങ്ങളിൽ പ്രണമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ പ്രക്രിയ മുഴുവൻ ശരീരഭാവനയ്ക്ക് അതീതമായ ആത്മാവിനെ കുറിച്ചുള്ള പൂർണ്ണ ബോധത്തെ ആശ്രയിച്ചിരിക്കുന്നു. സൈദ്ധാന്തികതയെല്ലാം പ്രായോഗികമായി തന്നെ ഇപ്പോൾ കാമ്യകർമ്മങ്ങളിലൂടെ ഇന്ദ്രിയ സംതൃപ്തിക്കുള്ള പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. തികച്ചും മനസ്സുറപ്പിൽ
അനുസരിക്കാത്ത ഒരാൾ പലവിധം കാമ്യകർമ്മങ്ങളാൽ വഴിതെറ്റിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ പറഞ്ഞത് എന്താണ്, മറ്റ് കൃഷ്ണാവബോധം ഇല്ലാതെ ഉള്ള ആൾക്കാരുടെ അതൊക്കെ പല വഴിക്ക് പിരിഞ്ഞു പോവാണ് അവരുടെ ബുദ്ധി, അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ പൂർവ്വജന്മത്തിൽ ചെയ്ത നല്ലതോ ചീത്തയായ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. കൃഷ്ണാവബോധം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് സർവ്വകർമ്മങ്ങളുടെ ശുഭഫലങ്ങൾക്കായി ശ്രമിക്കേണ്ടതില്ല. അപ്പൊ കൃഷ്ണാവബോധം നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുഴുവൻ പറയുന്ന കർമ്മങ്ങളുടെയും ഫലം അനുഭവിച്ച് തീരാനായിട്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം തന്നെ നമ്മൾ ചേതോദർപ്പണ മാർജനം എന്ന് പറഞ്ഞ് നമ്മൾ ശിക്ഷാഷ്ട്രത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം കരിച്ചു കളയുന്നു. ഹരേ, അല്ലെ? ഹരേ എന്ന് പറയുന്ന ആരാണ്? രാധാറാണി. രാധാറാണി എന്താണ്? ഹരിനാമ ജപത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാവങ്ങളെല്ലാം തന്നെ അത് കരിച്ചു കളയുന്നു, അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയുന്നു. അപ്പൊ കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് എന്താണ്? ഈ ഭൗതിക അവബോധത്തെ ത്യജിക്കുക എന്നാണ് കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണം. ഭൗതിക അവബോധത്തെ നമ്മൾ ത്യജിക്കണം. ഇതെല്ലാം നമ്മളുടെ ശരീരത്തെ മോടി പിടിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങള്, ശരീരത്തിന്റെ ആ ഒരു നമ്മളെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള്, ഇതെല്ലാം തന്നെ നമ്മളെ ഭയങ്കര പ്രശ്നങ്ങളിലേക്കാണ് നമ്മളെ വഴി തെറ്റിക്കുന്നത്, അല്ലെ? ഇന്ദ്രിയ ആസക്തിക്ക് പോണ ഈ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ നമ്മളെ നാശത്തിന് കാരണമാകുകയും ചെയ്യും. അപ്പം ഈ കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയത്തോടുള്ള ലക്ഷ്യബോധം ജ്ഞാനാധിഷ്ഠിതമാണ്. അപ്പം കൃഷ്ണാവബോധത്തിൽ കൂടിയുള്ളുന്ന ഓരോരുത്തരുടെയും ചിന്ത എന്തായിരിക്കണം? വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. നമ്മൾ അങ്ങനെ ഒരു ശ്ലോകം പഠിക്കുന്നുണ്ട്, അല്ലെ? ഇനി വരുന്നുണ്ട്. വാസുദേവ സർവമിതി, വാസുദേവനാണ് എല്ലാം. സർവമിതി, എല്ലാത്തിന്റെയും മൂലകാരണം വാസുദേവനാണ് എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രം നമ്മളിൽ ഉണ്ടായാൽ മതി. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ അറിയാവുന്ന ഒരു വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ, അല്ലേ? ഈ ശ്ലോകത്തിൽ പറയുന്നതാണ് സ മഹാത്മാ സുദുർലഭ. അങ്ങനെ അറിയാവുന്നവരെ മാത്രമേ മഹാത്മാവെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലാത്തവരാരും മഹാത്മാവല്ല. നമ്മൾ മഹാത്മാ എന്ന് പേര് കൂട്ടി പലരെയും നമ്മളുടെ ഭൗതിക ലോകത്തിൽ നമ്മളിപ്പോൾ കാണുമെന്നുണ്ടെങ്കിലും, അവരുടെ പേരിന്റെ മുന്നിൽ മഹാത്മാ ഉണ്ടെങ്കിലും അവരാരും ശരിയായിട്ടുള്ള മഹാത്മാക്കൾ അല്ല. കാര്യം എന്താണ്? ഭഗവാൻ ആണ്, വാസുദേവനാണ് സർവമിതി എന്നറിയുന്ന ആൾക്കാരെയാണ് മഹാത്മാവെന്ന് ഭഗവത്ഗീത പറയുന്നത്, ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ചിലപ്പോൾ വിപരീതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ആർഗ്യുമെന്റിൽ സമയമില്ല, എനിക്ക് ഭാഗവതത്തിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ഭഗവാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വാസുദേവ സർവമിതി സ മഹാത്മ സുദുർലഭ. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ വളരെ വിരലിൽ എണ്ണുള്ളവർ പോലും കിട്ടുന്നില്ല, ഈ ഒരു കാര്യം അറിഞ്ഞവരിൽ. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം വാസുദേവനാണ് സർവമിതി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മഹാത്മാവിന്റെ കാറ്റഗറിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഒരു ചെറിയ പ്രഭു, ഈ തുളസി പറഞ്ഞോ. ഇത്രയും കാട് പോലെ വന്നു, അത് ദോഷം വല്ലതും ഉണ്ടോ? ഇത്രയും കാട് പോലെ ആയി. കാടോ? തുളസി ഈ ഒരുപാട് അങ്ങ് ആയി മാറി. ഇല്ല, കുഴപ്പമില്ല, നല്ലതല്ലേ? തുളസി വൃന്ദാവനമായില്ലേ? ഒരു തുളസി ചെടി നമ്മുടെ തുളസി വൃന്ദാവനമായി മാറിയില്ല, അത് മരുഭൂമിയിൽ. കാട് പോലെ ആയി കഴിഞ്ഞാൽ ദോഷം ഒരുപാട് സംഭവിക്കുന്നൊക്കെ പറഞ്ഞു. ഇല്ല, അങ്ങനെയൊന്നും ഒരു ഇതുമില്ല. തുളസിമാരന്റെ കൃപ ഉണ്ടാകുക. നമ്മൾ ഭഗവാൻ അത്രയും കൂടുതൽ തുളസി ഇടാവല്ലോ. അത് അങ്ങനെ അവിടെ ഷോയ്ക്ക് വേണ്ടി വെച്ച് പൊഴിഞ്ഞു പോകുകയല്ല ചെയ്യേണ്ടത്. നമ്മളത് എന്താണ് ഈ ചൂണ്ടുവിരലൊന്നും കൂടാതെ ഈ 2 വിരലും കൊണ്ട് ഇറുത്ത് കഴുകി ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കണം. അങ്ങനെയാണെങ്കിലേ അതിന്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ. അത് കൊലച്ച് അതെ. അങ്ങനെ എന്റെ തുളസിയൊക്കെ ഇവിടെ കരിഞ്ഞു പോകാറായി. അപ്പൊ ഇനി പ്രഭുവിന്റെ അടുക്കൽ തുളസി ചോദിക്കാമല്ലോ എനിക്ക് ധൈര്യമായിട്ട്. അപ്പൊ കണ്ടില്ല, ഇപ്പൊ ചോദിച്ചത് നന്നായി. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ എവിടുന്ന് അടുത്ത തുളസി മേടിക്കും. കാര്യം എന്റെ ഇവിടെ തുളസി ഒരുപാട് കൂടുതലായിരുന്നു. അപ്പം എന്റെ അടുത്ത വീട്ടുകാരൻ ഒരു പോലീസുകാരനാണ്. അദ്ദേഹം കംപ്ലൈന്റ് ചെയ്തു, ഈ തുളസിയിൽ നിന്ന് കൊതുക് ഉണ്ടാകുന്നുണ്ട്, കൊതുക് വന്ന് അദ്ദേഹത്തെ കടിക്കുന്നു, രാത്രിയിൽ ഉറക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്റെ തൊട്ടടുത്ത റൂമിൽ ഒരു പോലീസുകാരൻ തുളസിന്ന് ഞാൻ പറഞ്ഞു, തുളസിന്ന് എങ്ങനെയാ കൊതുക് ഉണ്ടാകുന്നത്? വെള്ളത്തിൽ നിന്നാ കൊതുക് ഉണ്ടാകുന്നത്, ഞാൻ സയൻസിലൊക്കെ പഠിച്ചിരിക്കുന്നതെന്ന് അയാളോട് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, പ്രഭു അതിനകത്തിൽ എന്താ പ്രശ്നം? ഒരുപാട് ഇൻസെക്ട് അതിനകത്തിൽ വരും, അവിടെ വന്ന് ഇരിക്കും. കാര്യം ഞാനപ്പോ ഇയാള് പറഞ്ഞപ്പോ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അയാൾ പോയി കഴിഞ്ഞ് തട്ടി നോക്കിയപ്പോ കണ്ടു ഒരുപാട് കൊതുക് അതിൽ നിന്ന് പറക്കുന്നത് കണ്ടു.
തേനീച്ച വരും, പിന്നെ അതെല്ലാം വരും. ഇവിടെ ഈ ഇൻസെക്ട് ഒക്കെ കൊതുകെന്ന് വരും. പറയുന്ന ഒരു എല്ലാം സാധനത്തിനെ ഈ പകരത്തെ ഒരു ഇതൊക്കെ മരുഭൂമിയിൽ പകരത്തെ കണ്ടിട്ടേ ആൾക്കാരല്ലേ. ഇല്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇപ്പൊ 2-3 വർഷമായിട്ട് കൊതുകിനെ കാണുന്നു. ഈ ഒരു സ്ഥലത്ത് കൊതുക് എന്ന് പറഞ്ഞ സാധനത്തെ കണ്ടിട്ടില്ല. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കുറെ കൊതുക് വരുന്നുണ്ട്. കാര്യം മോന് കുറച്ച് ദിവസമായിട്ട് പറയുന്നു കൊതുക് അടിച്ചിട്ട് ഒരു രക്ഷയില്ല അച്ഛാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം കേരളത്തിൽ പിന്നീട് നിന്ന് കൊണ്ടുപോകുന്നത്. ഇയാള് പരാതി പറഞ്ഞു ഈ തുളസി ചെടി പകുതിയാക്കണം. 10-12 മൂടുണ്ടായിരുന്നു, അത് പകുതിയാക്കണം. എന്നിട്ട് എന്ത് ചെയ്തു, ഈ വളം കൊണ്ട് അതിന്റെ ചോട്ടിലിടാം. അപ്പൊ ഈ വളത്തിന്റെ മണം അടിച്ചിട്ട് അത് പൊക്കോളും. പിന്നെ എന്താണ് ഈ പാറ്റായി കടിക്കുന്ന ഹിറ്റില്ലേ, അതുകൊണ്ട് അതിന്റെ ചോട്ടിലടിക്കണം, അല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. ഞാനപ്പോ എന്ത് ചെയ്തു, അന്ന് തന്നെ ഒരു പ്രഭുവിനെ വിളിച്ചിട്ട് അവൻ എന്തൊരു പുസ്തകം ആലോചിച്ച് പ്രഭു. അന്ന് തന്നെ ഞാനൊരു പ്രഭുവിനെ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, തുളസി കയറ്റി പകുതിയോളം കയറ്റി വിട്ടു. ഭാഗം 4 മൂടേ ഉള്ളൂ. അത് ഈ ജീവനില്ലാത്ത ഓരോ ഇലയാണ്. അപ്പൊ എപ്പം വേണേലും കരിഞ്ഞു പോകും. അപ്പൊ ചൂട് കൂടുതൽ, ഈ മാസം തൊട്ട് ചൂട് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് എനിക്ക് 3-4 മാസം അതികഠിനമായ ചൂട് സഹിക്കേണ്ടതാണ്. പ്രഭു ഇവിടെ എല്ലാം ഇതുണ്ട് കേട്ടോ, ഒന്നും പ്രശ്നമില്ല. ആ, ഹരി ബോൽ, ഹരേ കൃഷ്ണ. അപ്പൊ ഞാൻ ഇനി പ്രഭുവിനെ ആശ്രയിക്കാം എനിക്ക് തുളസിക്ക് വേണ്ടിയിട്ട്. നല്ല കാര്യം. ഓക്കെ. നാട്ടിൽ ഇത്രയും പിടിക്കുന്നില്ല. ഏ അതായത് നാട്ടിൽ ഇത്രയും പിടിക്കുന്നില്ല. മാതാജി നാമജപം കൂട്ടിക്കോ. തുളസി മഹാറാണി തന്നെ അല്ല, തന്നെ കിളുത്ത് ഇഷ്ടം വന്നോളൂ. പോലെയുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. തുളസി ഹരി ഇഷ്ടം പോലെയുണ്ട്. അതെ അല്ലേ. അപ്പൊ അങ്ങനെ എന്താണ് എല്ലാം ഉത്തമമായ പുള്ളി സേവനം എടുക്കും. അർപ്പിക്കാൻ പറ്റും അല്ലേ. അപ്പൊ പ്രഭു അതിന്റെ ഒരാളുടെ കൂട്ടത്തിൽ പ്രവർത്തനം കൊണ്ട് ഇത് കൂടെ ശംഖുപുഷ്പം കൂടെ ഉണ്ട് കേട്ടോ, ശിവനും ഉണ്ട്. ആ, ശംഖുപുഷ്പം ഉണ്ടല്ലേ. ആ ഹാ ഹാ. ഇതെല്ലാം ഞാൻ ഒരുത്തനാണ് ചെയ്യുന്നത്. അതെ അല്ലേ. ആഹാ. അപ്പൊ അങ്ങനെ എന്താണ്, നമ്മൾ ഈ കൃഷ്ണൻ സംതൃപ്തനാണെങ്കിൽ എല്ലാവരും സന്തുഷ്ടരാണ്. നമ്മളൊരു മരത്തിന്റെ എന്താണ് മൂട്ടിലാണ് വെള്ളം ഒഴിക്കുന്നത് അല്ലെ, ഇലകളിലല്ല ഒഴിക്കുന്നത് അല്ലെ. അതിന് മൂട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ശാഖകളിലേക്ക് ഇലകളിലേക്ക് ഒരുപോലെ വ്യാപിക്കും. അതുകൊണ്ട് നമ്മൾ ഈ 33 കോടി ദേവന്മാരെ നമ്മൾ സംതൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിന്റെ റൂട്ടായ മൂലസ്ഥാനമായ വാസുദേവനെ നമ്മൾ എന്താണ് നമ്മൾ ആചരിക്കുവാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുവാണെങ്കിൽ എല്ലാവരും സംതൃപ്തരാകും. അതുകൊണ്ടാണ് എന്താണ് പറയുന്നത്, നമ്മൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ജ്ഞാനം കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ്, ഒരു ഗുരുവിന്റെ ആശ്രയം ആവശ്യമാണ്. ഒരു ഗുരുവിനെ സമീപിക്കാതെ നിവൃത്തിയില്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനും മനസ്സിലാക്കാനും. അതുപോലെ നമുക്കൊരു മീഡിയേറ്ററുടെ ആവശ്യമുണ്ട് അല്ലേ. ആ മീഡിയേറ്ററെ അപ്പോൾ ഈ ഗുരു പരമ്പരയിൽ നിന്ന് വന്ന ഭഗവാനിൽ നിന്ന് നേരിട്ട് ജ്ഞാനം കിട്ടിയ മുൻപേ കൂട്ടി ഈ ഭഗവാനെ അറിഞ്ഞ ആൾക്കാർ. ഇപ്പൊ അമേരിക്കയിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അമേരിക്ക നേരത്തെ കൂട്ടി പോയ ഒരാൾ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലേ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഒരാൾ പോയിട്ടില്ലാത്ത ഒരാൾ ആ ഒരു സ്ഥലത്തെ പറ്റി വിവരണം പറയുന്നതും അവിടെ പോയിട്ട് വന്നു എന്നിട്ട് ഒരാൾ പറയുന്നത് നമ്മൾ വ്യത്യാസമുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഗുരു എന്താണ്, ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഗുരു. അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ നേരെ ഭഗവാനിലേക്ക് എത്തിച്ചേരും. അപ്പൊ ആ ഗുരു പരമ്പരയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പരമ്പരാ സിസ്റ്റം വഴി വന്നിട്ടുള്ള ഒരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. അതുകൊണ്ടാണ് യസ്യ പ്രസാദോ ഭഗവത് പ്രസാദോ യസ്യ പ്രസാദ അതായത് നഗതി കുതോപി ധ്യായൻ സ്തുവന്തസ്യ യശസ്ത്രിസന്ധ്യം വന്ദേ ഗുരോശ്രീ ചരണാരവിന്ദം എന്നാണ്. ഗുരുവിനെ പ്രസാദിപ്പിച്ചാൽ ഭഗവാൻ പ്രസാദിക്കുന്നു. ഗുരുവിനെ നമ്മൾ പ്രസാദിപ്പിച്ചാൽ ഭഗവാൻ പ്രസാദിച്ചു. അല്ലെങ്കിൽ ഗുരുവിന്റെ കാരുണ്യം ഇല്ലാതെ ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് ഈ 3 നേരവും എന്താണ് ഗുരുവിനെ പ്രാർത്ഥിക്കുന്നു. ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. അപ്പം ഈ പ്രക്രിയ മുഴുവനും ശരീരഭാവനയ്ക്ക് അതീതമായ ആത്മാവിനെ കുറിച്ചുള്ള പരിപൂർണ ബോധത്തെ ആശ്രയിക്കുന്നു. അപ്പം നമ്മൾ പലതരത്തിലുള്ള കാമ്യകർമ്മങ്ങളിൽ പെട്ട് വഴി തെറ്റാതെ നമ്മൾ എന്താണ് പരമോന്നതമായ ആ ഒരു ജ്ഞാനമായിട്ടുള്ള കൃഷ്ണ സയൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, കൃഷ്ണബോധം പ്രാക്ടീസ് ചെയ്ത് ഒരു ഗുരുവിനെ സ്വീകരിച്ച് ഗുരുവിന്റെ കാരുണ്യത്താൽ നമുക്ക് ഭഗവാനിലേക്ക് വളരെ ഈസി കടക്കാം. അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അപ്രാപ്യമാണ്. പക്ഷെ ഒരു ഗുരു ഉണ്ടെങ്കിൽ, മീഡിയേറ്റർ ഉണ്ടെങ്കിൽ എന്താണ്, അദ്ദേഹം ടോർച്ച് തെളിച്ച് തരും അല്ലേ. അന്ധകാരം നിറഞ്ഞിരിക്കുക നമ്മുടെ ചുറ്റും. അപ്പൊ അദ്ദേഹം എന്താണ് ടോർച്ച് തെളിച്ച് വഴി കാട്ടി നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു തരും. അതാണ് ഒരു ഗുരു ചെയ്യുന്നത്. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുമീലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനമാകുന്ന അന്ധകാരം കൊണ്ട് നമ്മളുടെ കണ്ണെല്ലാം എന്താണ് തിമിരം ബാധിച്ച് അന്ധമായിട്ടിരിക്കുകയാണ് അല്ലെ, കാണാൻ പറ്റുന്നില്ല.
അപ്പം അതിൽ ജ്ഞാനമാകുന്ന അഞ്ജനം കൊണ്ട് കൺമഷിയും കൊണ്ട് കണ്ണെഴുതി നമ്മളുടെ കണ്ണ് തുറപ്പിച്ചിട്ട് നമ്മൾ ആ ശരിക്കും ഒരു പ്രകാശത്തെ കാണിക്കുന്ന ആരാണ്? ആ പ്രകാശം എന്ന് പറഞ്ഞാൽ ഭഗവാനാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ പ്രകാശത്തെ കാണിച്ചിരുന്ന ആളുടെ പേരാണ് ഗുരു എന്ന്. അപ്പൊ ആ ഗുരുവിന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ. അപ്പം ക്ലാസ് കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറഞ്ഞിട്ട് നിർത്താം. എനിക്ക് പോകേണ്ടതുകൊണ്ടാണ് ഞാൻ ഭാഗവതത്തിന് പോവുകയാണ്. വക്ര വരെ പോകേണ്ടതാണ്, നല്ല ദൂരമുണ്ട്. അപ്പം പ്രഭു പോയിട്ട് വന്നട്ടെ. എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? സംശയമില്ലെങ്കിൽ നിതിനും നവമിയൊക്കെ വരുന്നുണ്ടോ? അവരാരും വരുന്നില്ല, അവരറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ആ, എന്താന്ന് അറിയില്ല. ഞാനോർത്ത് മാതാജി നിങ്ങളോട് പറഞ്ഞു കാണുമെന്നാ വിചാരിച്ചത്, ഗീതാകായനി ഇല്ല, മാതാജി. പറഞ്ഞില്ല. അതല്ല ഓക്കെ, സാരമില്ല. ചിലപ്പം ശനിയാഴ്ചയൊക്കെ പ്രഭുവിന് അവധിയാണെന്നുണ്ടെങ്കിൽ അൽക്കോറിൽ വലിയ ഗംഭീരമായ പ്രോഗ്രാം ഉണ്ട്, അതിൽ പങ്കെടുക്കാം. ഓക്കെ, ഓക്കെ. എന്തായാലും എന്താണ് രതിദേവി മാതാജി, എന്താണ് മാതാജിക്ക് ഇന്ന് എടുത്ത ഈ 3 ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്? ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധത്തിൽ മുഴുകി ഭക്തി നിർഭരമായ സേവനത്തിൽ പൂർണ്ണമായ ആനന്ദത്തോടും വിജ്ഞാനത്തോടും കൂടി പ്രവർത്തിക്കുന്നത് ബുദ്ധിയോഗം എന്ന് പറയുന്നു. ബുദ്ധിയോഗം അനുസരിച്ച് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഏതു പ്രശ്നങ്ങളെയും ക്ലേശകരമായി തോന്നുകയുമില്ല, നിഷ്പ്രയാസം ചെയ്യുന്നതിന് സാധിക്കുകയും ചെയ്യും എന്ന് ദിവ്യമായ ആനന്ദവും അനുഭവപ്പെടും. ഹരി ബോൾ, ഹരേ കൃഷ്ണ. ഞാൻ ഗീതാ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭക്തി അൺകണ്ടീഷണൽ ആണെങ്കിൽ ഭഗവാന്റെ സ്നേഹവും അൺകണ്ടീഷണൽ ആയിരിക്കും. അൺകണ്ടീഷണൽ ഭക്തിക്ക് വേണ്ടിയിട്ട് സത്സംഗം, ഭഗവത്ഗീത, ഭാഗവതം കഴിക്കുക, ഹരിനാമം ജപിക്കുക, കൃഷ്ണപ്രസാദം കഴിക്കുക, പെരുമാറ്റത്തിൽ വ്യക്തികളും ചെയ്യുക. പിന്നെ അതുപോലെ സാങ്കേശാസ്ത്രം. പിന്നെ ഭഗവാനിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാകുന്നില്ല, നഷ്ടത്തിൽ കലാശിക്കുന്നില്ല, പൂർത്തീകരിക്കപ്പെടുന്നു, ശാശ്വതമായ ഫലം ഉളവാകുന്നു, മുഴുമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നഷ്ടമില്ല, ദേഹനാശത്തിന് ശേഷവും കൃഷ്ണാവബോധത്തിൽ നയിക്കുന്നു. പിന്നെ ഭഗവാൻ പ്രസാദിക്കുന്നു. ഹരേ കൃഷ്ണ. മാതാജി മുഴുവൻ കാര്യത്തെ സമ്മറി പറഞ്ഞു, ഇന്നത്തെ ക്ലാസ്സിന്റെ മുഴുവൻ സമ്മറി പറഞ്ഞു. ഹരി ബോൾ, ഹരേ കൃഷ്ണ. ഞാൻ അമ്മയ മാതാജി എന്തായിരുന്നു പറയാനിരുന്നത്? മാതാജി ഇങ്ങനെ തിരക്ക് പിടിച്ച് നിപ്പുണ്ടായിരുന്നു. ഞാൻ പറയാനിരുന്നത്, ഭഗവാന്റെ വഴിക്ക് പോകുന്നവർക്ക് നിശ്ചയദാഷ്ട്യമുണ്ട്. അങ്ങനെ ഭഗവാന്റെ വഴിക്ക് പോയി കൃഷ്ണാവബോധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നമ്മുടെ സർവ്വപാപങ്ങളും കഴിഞ്ഞ് ഇല്ലാതാകും, നശിച്ചുപോകും. ഇതുവരെ ഉള്ളതല്ല. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധത്തിൽ ഏർപ്പെട്ട് കഴിയും. സുജന മാതാജി. ഗുരുവിന്റെ പ്രസാദത്താൽ ഭഗവാൻ പ്രസാദിക്കുന്നു. ഗുരുപ്രസാദമില്ലാത്ത പക്ഷം കൃഷ്ണാവബോധത്തിലേക്ക് പ്രവേശിക്കുവാൻ യാതൊരു മാർഗവുമില്ല തന്നെ. അതുകൊണ്ട് ഭഗവാന്റെ കരുണയ്ക്കായി 3 നേരവും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പാതാരബിന്ദങ്ങളിൽ പ്രണമിക്കുകയും ചെയ്യുക. ഹരേ കൃഷ്ണ. ശിവി മാതാജി. മാതാജി മ്യൂട്ടാണ്. സബിത മാതാജി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഭക്തിയുക്ത സേവനത്തിലേക്ക് വെക്കുന്ന ഓരോ ചുവടും വലിയ ഭയങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു. പിന്നെ കൂടാതെ ഭക്തിയുക്ത സേവനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഭഗവാൻ ബുദ്ധിയോഗവും തരുന്നു. ഹരേ കൃഷ്ണ. വിദ്യാമാതാജി. മാതാജി ഉണ്ടോ? ഇല്ല. ശിവി മാതാജി റെഡിയാണോ?
നോക്കി എന്ന് ശരിയാകുമെന്ന് വായിക്കുക. ആ ഹരേ കൃഷ്ണ. പിന്നെ ഇതില് പറഞ്ഞ നമ്മള് സാധാരണ പറയുന്നില്ല, ഇത് ഒന്നും മരിക്കപ്പോ കൊണ്ടുപോകില്ല. അത് പക്ഷേങ്കിൽ നമ്മുടെ ഭൗതികമായി ഉണ്ടാക്കിയ ഒന്നും എന്തായാലും കൊണ്ടുപോകില്ല. പക്ഷെ നമ്മുടെ ഈ കൃഷ്ണബോധത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് മുക്തി ആയിട്ടില്ലെങ്കിലും നമ്മൾ അടുത്ത ജന്മത്തിലേക്കും ടേക്ക് ഓവർ നമുക്കിത് ചെയ്യും. അതിന്റെ കൊണ്ടുപോകും. ബാക്കി മാത്രം നമ്മൾ ചെയ്താൽ മതി. അതെ അതെ. പിന്നീട് പിന്നെ ഇവിടെ അതുപോലെ എത്രയോ ചെയ്തു നമ്മള് വെച്ച് അതിന്റെ ബാക്കി മാത്രം ചെയ്താൽ മതി. ആദ്യം മുതൽ പിന്നീട് ചെയ്യേണ്ട അതെ ആവശ്യമില്ല. അതെ. അവിടെ തൊട്ട് തുടങ്ങാം. അത് അക്കൗണ്ടിൽ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, അക്കൗണ്ടിൽ ഒന്നും കൂടിക്കൊണ്ടിരിക്കും. നഷ്ടപ്പെടില്ല. ഹരിബോൾ, അതുപോലെ ഹരേ എന്റെ കൃഷ്ണ. കൃഷ്ണ എന്നുള്ളത് നമ്മളിനി ഇപ്പം മാക്സിമം ഇനി ട്രൈ ചെയ്യണം. കൃഷ്ണന്റെ ഞാനാവാൻ കൃഷ്ണന്റെ ഞാനല്ലേ, ശ്രമിക്കണം. കൃഷ്ണന്റേതാകാനായിട്ട് നമ്മൾ അതാവട്ടെ. ശ്രമിക്കണം. കൃഷ്ണന്റേതായി. എന്റെ കൃഷ്ണൻ എന്ന് അതെ. പറഞ്ഞാൽ അതൊരു അഹങ്കാരമായി മാറിയില്ലേ. എന്റെ മാത്രം കൃഷ്ണനല്ല, അതിന് പകരം കൃഷ്ണന്റേത് നമ്മള് ഞാൻ എന്ന് അതെ. പറയുന്ന പോലെ ഭഗവാന്റെ ആളാകുന്ന അത് എങ്ങനെ പറ്റും? ഭഗവാന്റെ അതുപോലെ ജ്ഞാനാംബിക മാതാജി ശ്രമിച്ചോളൂ. മാതാജിക്ക് കൃഷ്ണ ഗ്രാജുവലി പ്രാക്ടീസ് കൊണ്ട് ശ്രമിക്കാം അല്ലേ മാതാജി? അതെ. എന്റെ കൃഷ്ണൻ എന്ന് പറയുന്ന പോലെ ഭഗവാന്റെ ജ്ഞാനാംബിക എന്ന് പറയുന്നതിൽ മാതാജിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ? അതുപോലെ കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ എല്ലാ പ്രവൃത്തിയും നിരപേക്ഷ തലത്തിൽ, അത് ഓട്ടോമാറ്റിക്കലി നിരപേക്ഷ തലത്തിലായിരിക്കും. കാരണം കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്നവർ 99% നന്മ തിന്മകളുടെ കണക്ഷൻ ഇല്ല, എന്തായാലും നന്മകളായിരിക്കും. നമ്മൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആവും. അതെ. അതുപോലെ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് തന്നെ നല്ലത് ചെയ്യാൻ പറ്റും. അതാണ് മാധവ സേവ നമ്മൾ മാക്സിമം ശ്രമിക്കുക. അതെ, മാനവസേവ ചെയ്താലും മാധവനെ അവിടെ മുൻനിർത്തി ചെയ്യുവാണെങ്കിൽ അതിനൊരു പൊട്ടൻസി ഉണ്ട് അല്ലേ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ മാതാജി. ഇനി കൃഷ്ണകുമാരി മാതാജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതോ ഭഗവാൻ കൃഷ്ണന്റെ ഒരു ഉത്തമ പ്രതിനിധിയായ ആധ്യാത്മിക ആചാര്യന് മാത്രമേ നമുക്ക് കൃഷ്ണാവബോധത്തിലേക്ക് ഉയരുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ മാതാജി. ഇനി ഗോപകുമാർ പ്രഭുവിന്. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞതില് നിങ്ങൾ എല്ലാവരും വിട്ടുപോയൊരു പോയിന്റ് ഉണ്ട്, അത് ഞാൻ ആഡ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. എന്താണ്? വാസുദേവ സർവമിതി സമഹാത്മ സുദുർലഭ. അപ്പൊ അതല്ലേ പറയേണ്ടത്. നമ്മള് വാസുദേവനാണ് സർവം എന്നുള്ള ഇത് അറിയാവുന്ന ആൾക്കാർ വളരെ വിരളമാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് മഹാത്മാവ് എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും എല്ലാം ഭഗവാനാണ്, വാസുദേവനാണ്, നാരായണനാണ്. അതെ. അപ്പൊ അത് അറിഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് മഹാത്മാക്കളുടെ ആൾക്കാർ. അങ്ങനെ മഹാത്മാക്കളായിട്ടുള്ള ഒരു 12 പേരുടെ കാര്യം നമ്മൾ ഭാഗവത്തിൽ പറഞ്ഞു അല്ലേ? ആരൊക്കെയാണ്? പ്രഹ്ലാദോ നാരദ ശംഭു എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടല്ലേ. പ്രഹ്ലാദൻ, നാരദൻ, മഹാദേവൻ, അതുപോലെ ലാസ്റ്റ് 12ാമത്തെ ആള് യമധർമ്മദേവൻ അല്ലേ? ഇപ്പോ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം വസുദേവ കുടുംബം എന്നാണ് പറയുന്നത്. ഈ ലോകം മുഴുവൻ എന്റെ കുടുംബമായിട്ട് കണക്കാക്കി. ലോക സമസ്ത സുഖിനോ ഭവന്തു. വസുദേവ കുടുംബം. അതെ, അതാണ് പറയപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, കാരണം അതെ, അതെ ഇത്രയും വലിയ അതെ പ്രഭു, അങ്ങനെയാണ്. അപ്പം അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഇത്രയും നേരം ക്ലാസ് ഒക്കെ കേട്ട് എന്നെ സഹിച്ചിരുന്നതിന്. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ കൃപയും കാരുണ്യൊക്കെ ഉണ്ടാകട്ടെ. അപ്പം ആ വാസുദേവൻ തന്നെ എല്ലാവർക്കും കൃഷ്ണപ്രേമം തരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആൾക്കാരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാണ്ട് സാധിക്കട്ടെ. നമ്മളുടെ വാസുദേവൻ എന്നുള്ള നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ഈഗോ വിട്ടിട്ട് നമ്മൾ ഭഗവാന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരായി മാറട്ടെ. ഭഗവാൻ അതിന് വേണ്ടിയിട്ട് നമ്മളെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതിനുള്ള ആ ഒരു മാർഗം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വഞ്ചകൽപതരൂപശ്ച കൃപാസന്ധു ഭേവച്ച പതിതന്നാം പാവനിക്ക് വൈഷ്ണവിഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തിക്ക് ജയ്, അനന്തകോടി ആചാരവന്തിക്ക് ജയ്. ഗൗരപ്രമാനന്ദേ ഹരിഹരി ബോൾ.